أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ബഹുമാന്യരായ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആധുനിക ടെക്നോളജിയുടെ സഹായത്താൽ ഈ പ്രഭാഷണം കേൾക്കുന്ന സഹൃദയരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ അറിയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നതാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ശ്രദ്ധേയമായ വിഷയം. ഇസ്ലാമിനെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന മഹത്തായ പ്രബോധന സംരംഭം മുമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇസ്ലാമിന് മാത്രമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രത്യേകത, ഇസ്ലാമിന്റെ അല്പം ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നേതാവും, പിന്നെ കുറെ മറ്റു കാര്യങ്ങൾ വേറെ ഒരു നേതാവും, പിന്നെ വിശ്വാസകാര്യങ്ങൾ മറ്റൊരാളും, രാഷ്ട്രീയ കാര്യങ്ങൾ വേറൊരാളും, സാമൂഹികമായ പ്രശ്നങ്ങൾ മറ്റൊരാളും, വൈയക്തികമായ വൈവാഹിക രംഗത്തുള്ള കാര്യങ്ങൾ, കൗടംബികമായ കാര്യങ്ങൾ, ഇതെല്ലാം പല ആളുകളിലൂടെയും പഠിപ്പിക്കപ്പെട്ട ഒന്നല്ല ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള മതനിയമങ്ങൾ. ഇസ്ലാം എത്ര കണ്ട് പൂർണ്ണമാണോ അതെല്ലാം പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം അതത് കാലഘട്ടങ്ങളിലെ സമൂഹത്തിന് പരിമിതമായ മതത്തിന്റെ മൗലിക കാര്യങ്ങളിൽ വ്യത്യാസമില്ലാതെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളവരായിരുന്നു ആ പ്രവാചകന്മാരെല്ലാം. ആ പ്രവാചകന്മാരിൽ 313ഓളം വരുന്ന മുർസലുകളെ അള്ളാഹു നിയോഗിക്കുകയും അവർക്ക് സത്യാസത്യ വിവേചനമായ വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 4 പ്രവാചകന്മാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെ കുറിച്ചാണ് സാധാരണയായി നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഗ്രന്ഥത്തിന്റെ പേര് നമുക്കാർക്കും അറിയില്ല.
പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഗ്രന്ഥം നൽകിയിരുന്നു എന്ന് ഖുർആൻ 88-ാം അധ്യായത്തിലെ അവസാന വാചകത്തിൽ സുഹ്ഫി ഇബ്രാഹിമ വ മൂസ, മൂസ അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബിക്കും നൽകിയ ഏടുകളിൽ അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അവിടെ മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയ തൗറാത്ത്, എന്നാൽ ഇബ്രാഹിം നബിക്ക് നൽകിയ ഗ്രന്ഥത്തിന്റെ പേര് നമുക്കറിയില്ല. ഈ പ്രവാചകന്മാർക്കെല്ലാം ഗ്രന്ഥങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഗ്രന്ഥങ്ങൾ നൽകാതെ വഹി അനുസരിച്ച് സമൂഹത്തെ നയിച്ച പ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഈ പ്രവാചകന്മാരെല്ലാം പരിമിതമായ ലക്ഷ്യങ്ങളോടെയും അതോടൊപ്പം എല്ലാ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാരുടെ മൗലിക പ്രബോധനങ്ങളിൽ വ്യത്യാസമില്ലാതെ പ്രബോധനം ചെയ്തിട്ടുള്ള ആളുകളുമാണ് ഈ പ്രവാചകന്മാരെല്ലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ലോകത്തിന്റെ ആരംഭം കുറിച്ച മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നബിയുമായിരുന്നു. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് വിശുദ്ധ ഖുർആൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ വഖാതമൻ നബിയീൻ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഖതമ എന്ന ഖുർആനിന്റെ പദപ്രയോഗത്തിൽ ഇനിയൊന്നും വരാനില്ലാത്ത വിധം, ഇനിയൊന്നും പ്രവേശിക്കാനില്ലാത്ത വിധം സീല് വെക്കപ്പെട്ടു എന്നാണ് ഖുർആനിലെ പല വാചകങ്ങളിലും പറയുന്നത്. ശ്രേഷ്ഠനായ പ്രവാചകൻ എന്ന നിലക്ക് മിർസാ ഗുലാം മുഹമ്മദ് അൽ ഖാദിയാനികളുടെ ആളുകൾ പറയുന്ന പരിശുദ്ധനായ പ്രവാചകനെന്നോ ശ്രേയസ്കരമായ ദൗത്യം നിർവഹിച്ച പ്രവാചകനെന്നോ അല്ല ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ പറയുന്ന വഖാതമൻ നബിയീൻ എന്ന പ്രയോഗം അന്തിമ പ്രവാചകൻ, പ്രവാചക പരമ്പരക്ക് സീല് വെക്കപ്പെട്ടു, ഇനി ഒരു നബി വരാനില്ല എന്ന കാര്യമാണ് ആ വാചകം സൂചിപ്പിക്കുന്നത്. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങളെല്ലാം ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ള കാര്യവും ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്നുള്ള കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. നേരെ മറിച്ച് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാരെന്ന പ്രവാചകന്റെ വാചകം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ദീനിനെ യഥോചിതം പഠിപ്പിക്കുന്ന മുജദ്ദിദുകളല്ലാതെ ലോകത്ത് അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല എന്ന വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യജീവിതം എക്കാലഘട്ടങ്ങളിലും നിലനിന്നാലും ലോകം അവസാനിക്കുന്നതുവരെ എന്തെല്ലാം പുരോഗതികൾ മനുഷ്യർ കൈവരിച്ചാലും അവരേതൊക്കെ നാഗരികതകളിൽ ജീവിച്ചാലും അവർക്ക് അക്കാലഘട്ടങ്ങളിലെല്ലാം ആവശ്യമുള്ള മതനിയമങ്ങൾ പ്രവാചക തിരുമേനിയിലൂടെ പഠിപ്പിക്കപ്പെട്ടു എന്നാണ് ഞാൻ എന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും വൈജ്ഞാനികമായ പൂർണ്ണമായ പ്രമാണപരമായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണത്തിലൂടെ, ഏത് പ്രഭാഷണങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഈ പ്രഭാഷണത്തിലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഇസ്ലാമിന്റെ, നമുക്കറിയാം ഇന്ത്യയെ പോലെയുള്ള മഹാരാജ്യങ്ങളിൽ ധാരാളം മത ഗ്രന്ഥങ്ങളുണ്ട്, മതപ്രവാചകന്മാരുണ്ട്. ഒരു ഹിന്ദു സഹോദരനും ബാത്റൂമിൽ പ്രവേശിക്കുന്നത് ശ്രീരാമൻ ബാത്റൂമിൽ പ്രവേശിച്ച് കാണിച്ച മര്യാദ അനുസരിച്ചോ സുന്നത്തനുസരിച്ചോ അല്ല. ഏതെങ്കിലും ഒരു വേദ കാലഘട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു ഇതിഹാസ പുരുഷന്റെ സ്വഭാവമല്ല ഹിന്ദു സമൂഹത്തെ മൊത്തം നയിക്കുന്നത് എന്ന് നമുക്കറിയാം. അഥവാ അവരുടെ റോൾ മോഡൽ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം പരിമിതമല്ല. ധാരാളം ആചാര്യന്മാരുടെ വ്യത്യസ്തമായ ചര്യകളാണ് ഹൈന്ദവ ലോകത്ത് അവരുടെ മതാചാരമായി തീരുന്നത്. നേരെ മറിച്ച് ഒരു മുസ്ലിം വലതു ഭാഗത്തേക്ക് അവന്റെ ബെഡിൽ ചരിഞ്ഞു കിടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെയാണ്. അവനൊരു പുതിയ വസ്ത്രം അവന്റെ വലതു കൈയിലൂടെ ധരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെയാണ്. അവൻ പല്ല് തേക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെയാണ്. അവൻ ടോയ്ലറ്റിലേക്ക് ഇടത്തെ കാല് വെച്ച് പ്രവേശിക്കുന്നതും വലതു കാല് വെച്ച് പുറത്തു വരുന്നതും പ്രവാചക തിരുമേനി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അവനവന്റെ ബെഡ്റൂമിൽ പ്രവേശിക്കുന്നത് പോലും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണ്. ഒരു ഭക്ഷണ സുപ്ര വിരിച്ച് അവിടെ അവൻ ഇരിക്കുന്നത് പോലും ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. കിടപ്പറയിലെ അവനവന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ചുംബനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾക്കതിലും മാതൃകയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ അദ്ദേഹം മതമായി പഠിപ്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കണം ലോകത്തിലെ മുസ്ലിമീങ്ങളും മുസ്ലിമേതര ജനപദങ്ങളും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അളക്കേണ്ടതും വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും. സ്വാഭാവികമായും ലോകത്ത് മുസ്ലിമീങ്ങൾ വ്യത്യസ്തമായ ചിന്താധാരകളിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ലോകാടിസ്ഥാനത്തിൽ തന്നെ സുന്നി ഷിയ എന്ന പേരിൽ രണ്ട് വിഭാഗമായി പൊതുവായി വേർതിരിഞ്ഞു നിൽക്കുകയും എന്നാൽ 4 മദ്ഹബിന്റെ അന്ധമായ പക്ഷപാതിത്വവുമായി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, നീ നമസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുന്നത് ആര് പഠിപ്പിച്ച പോലെ എന്ന് ചോദിച്ചാൽ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു എന്നെ പഠിപ്പിച്ചതുപോലെ എന്നാണ് ഒരു വിഭാഗം ആളുകൾ, പ്രബലമായ ആളുകൾ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നീ സുബഹിക്ക് 2 റക്അത്ത് നമസ്കാരത്തിലെ അവസാന റക്അത്തിൽ ഖുനൂത്ത് ഓതാത്തത് എന്ന് ചോദിച്ചാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഖുനൂത്ത് ഓതാത്തത് കൊണ്ടാണ് ഞാൻ സുബഹിക്ക് ഖുനൂത്ത് ഓതിയത് എന്നാണ് ഒരു ഹനഫി മദ്ഹബുകാരൻ പറയുന്നത്. ഫാത്തിഹയിൽ വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ ആമീൻ ഉറക്കെ ഓതാത്തത് എന്ന് ചോദിച്ചാൽ ഒരു ഹനഫി മദ്ഹബുകാരൻ പറയുന്നത് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉറക്കെ ആമീൻ ചൊല്ലിയിട്ടില്ല എന്നതാണ്. വേറൊരാള് അത്യുച്ചത്തിൽ ആമീൻ ചെല്ലുമ്പോൾ നീ എന്തുകൊണ്ട് ഇത് ചെല്ലി എന്ന് ചോദിച്ചാൽ 2 നിലക്കുള്ള മറുപടിയാണോ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച പോലെ എന്നാണ്. ഒമാനിലൊക്കെ ചെന്നാൽ ധാരാളം ആളുകൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടാതെ കൈ താത്തിയിടുന്ന രംഗമാണ്. അവിടെ മഹാഭൂരിപക്ഷം ആളുകളും അവർ മാലിക്കി മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരാണ്. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമുസ്സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഫോളോ ചെയ്യുന്നവരാണ് സുന്നത്തിലൂടെ കടന്നു പോകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. അപ്പൊ ഇവിടെ ഇസ്ലാമിനെ അറിയുന്നത് തന്നെ ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെയാണ് പല ആളുകളും എന്ന വസ്തുത നാം ഇവിടെ അറിയുകയാണ്. മുസ്ലിം കേരളത്തിന് വേണ്ടി മലയാളികളാണല്ലോ ഇത് കേൾക്കുന്നത് എന്നതുകൊണ്ട് ചരിത്രത്തിലെ ഒരു ചെറിയ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മുസ്ലിം ലോകത്ത് വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. എന്നെ പോലെയുള്ള പൊതുപ്രബോധകന്മാരോട് അമുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് പലപ്പോഴും. നിങ്ങൾ തന്നെ മുസ്ലിമീങ്ങൾ വ്യത്യസ്ത കക്ഷികളായിട്ട് പിരിഞ്ഞിട്ടുണ്ടല്ലോ. ഒരേ പ്രവാചകനെ അനുസരിക്കുകയും ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും ഒരേ വേദഗ്രന്ഥത്തിന്റെ അനുയായികളാവുകയും ചെയ്തിട്ട് പോലും നിങ്ങൾ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും മാറി നിൽക്കലും വാഗ്വാദങ്ങളും ഖണ്ഡനമണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും നിങ്ങൾ പരസ്പരം നടത്തുന്നുണ്ടല്ലോ. ഒരേ ഖുർആനിന്റെയും ഒരേ സുന്നത്തിന്റെയും അനുയായികളായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതെല്ലാം ഗൗരവമായി ഈ വിഷയത്തിന്റെ ടൈറ്റിലിൽ നിന്നുകൊണ്ട് ലഘുവായി വിശദീകരിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇസ്ലാമിന്റെ സമഗ്രമായ ആപാദചൂടമായ മേഖലകളെല്ലാം പ്രവാചകന്റെ ഓരോ ചരിത്ര സംഭവങ്ങളിലൂടെയും തെളിവുകളിലൂടെയും മാതൃകകളിലൂടെയും ഒരു പ്രഭാഷണത്തിൽ വിശദീകരിക്കുക എന്നത് എനിക്ക് മാത്രമല്ല ലോകത്താർക്കും അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വളരെ ചുരുക്കി പറയാണ്. കേരളത്തിലെ തിരൂരന്മാർ തിരൂരിലെ സമസ്തക്കാരുടെ പള്ളിയിലെത്തുകയാണ് സുബൈ നമസ്കാരത്തിന്. താടി സമൃദ്ധമായി തലപ്പാവ് ധരിച്ചിട്ടുള്ള ഉമർ മൗലവിയെ കണ്ട സുന്നി പള്ളിയിലെ ഇമാം ഉമർ മൗലവിയെ സുബൈക്ക് ഇമാമത്ത് നിർത്തുകയാണ്. അദ്ദേഹം സുബൈ നമസ്കാരം ഖുനൂത്തില്ലാതെ നിർവഹിക്കുന്നു. ശക്തമായ ബഹളമുണ്ടാവുകയാണ്. സുബൈ നമസ്കാരത്തിന് ശേഷം ദിക്ർ ചെല്ലേണ്ട ഒരു ജനത. അപ്പൊ കൂടെയുള്ള ആളുകൾ ഇത് ബഹളമായി അടിയിൽ കലാശിക്കുമെന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു,
നിങ്ങൾ ബഹളമുണ്ടാക്കേണ്ട, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണ്, ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണ് എന്ന് കേൾക്കേണ്ട താമസം ആ ബഹളം നിന്നു പോവുകയാണ്, ശാന്തമാവുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഹനഫി മദ്ഹബ് പിൻപറ്റുന്നവരാണെങ്കിൽ നിങ്ങളത് പറയണ്ടേ, ഞങ്ങളത് അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ബഹളമുണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ കൈപ്പേറിയ എന്തൊരു ദുരനുഭവങ്ങൾ ഉണ്ടായാലും സത്യമേ പറയാവൂ എന്ന് മനസ്സിലാക്കിയ കുലിൽ ഹഖ വഇൻ കാന മുർറ എന്ന പ്രവാചക വചനം നെഞ്ചിലേറ്റിയ കെ ഉമർ മൗലവി സാഹിബ് പറഞ്ഞു, ഞാൻ ഷാഫി ആയതുകൊണ്ടോ ഹനഫി ആയതുകൊണ്ടോ അല്ല ഞാൻ സുബൈക്ക് കുനൂത്ത് സുബൈക്ക് കുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നാണ് കെ ഉമർ മൗലവി സാഹിബ് എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടായത് നേരത്തെ ഉണ്ടായതിനേക്കാൾ അത്യുച്ചത്തിലുള്ള ബഹളങ്ങളും തല്ലോളം എത്തുകയാണ് ആ പ്രശ്നം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ശാന്തമായ ജനത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ ഇതില്ല എന്നറിഞ്ഞപ്പോൾ ബഹളം വെക്കുകയാണ് എന്ന ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നാം അറിയേണ്ട വളരെ പ്രധാനമായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഒന്നുകിൽ മദ്ഹബി ഇമാമുമാരെ അന്ധമായി അനുകരിക്കുന്നു, അല്ലെങ്കിൽ തന്റെ നാട്ടിലും ചുറ്റുപാടുകളിലും തന്റെ ജീവിതത്തിൽ കേൾക്കേണ്ടി വന്ന പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെ നെഞ്ചിലേറ്റുക എന്നത് അത് പ്രമാണവുമായി മാറ്റുരച്ചു നോക്കാൻ പലപ്പോഴും ആളുകൾ സന്നദ്ധരാകാറില്ല. അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള അനുരാഗാത്മകമായ ഭ്രമം അയാളുടെ ആശയത്തിലും അയാളുടെ തത്വത്തിലും ദീനിനെ മനസ്സിലാക്കാനാണ് അവനെ പ്രേരിപ്പിക്കുന്നത് എന്ന വസ്തുത ഗൗരവമായി എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും സഗൗരവമായി ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രമേ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന വീക്ഷാഗതിയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ നമ്മൾ മൗലികമായി നോക്കിക്കാണുന്നതും മൗലികമായി അവതരിപ്പിക്കുന്നതും എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിലേക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, വമാ അർസൽനാ മിർ റസൂലിൻ, വമാ അർസൽനാക, ഒരു പ്രവാചക, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ പറ്റി പറയാൻ, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അവിടെ ഖുർആൻ പറയുന്നത്, പ്രവാചകരെ താങ്കളെ നാം ലോകത്തിന് ആകമാനമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളിലോ അറബ് രാജ്യങ്ങളിലോ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല താങ്കൾ. മറിച്ച് ഇല്ല കാഫത്തല്ലിന്നാസി ബശീറൻ വനദീറ. കാഫത്തല്ലിന്നാസ്, അന്നാസ് എന്ന പ്രയോഗം മാസിനെ കുറിക്കുന്നതാണ്. പീപ്പിൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും. അഥവാ ആധുനീകരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 714 കോടി മനുഷ്യരെയും ഈ പ്രവാചകനാണ് മാതൃക കാണിക്കേണ്ടത്. അഥവാ ഈ മനുഷ്യകുലമെല്ലാം അനുധാവനം ചെയ്യേണ്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഇത് ഓരോ വീടുകളിലും ഫ്ളാറ്റുകളിലും ഒക്കെ ഇരുന്ന്, അതുപോലെ തന്നെ പല സംവിധാനങ്ങളിലൂടെയും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇല്ല കാഫത്തല്ലിന്നാസി ബശീറൻ വനദീറ, ലോകത്തിന് മുഴുവനുമുള്ള താക്കീതുകാരനും ലോകത്തിന് മുഴുവനുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാണ്. അഥവാ മുസ്ലിമീങ്ങളായ നാം അറിയേണ്ടത്, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ജൈനരിലും ബൗദ്ധരിലുമെല്ലാം ഈ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആ ആയത്ത് അവസാനിക്കുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്നാണ്. ഈ പ്രവാചകൻ മുസ്ലിമീങ്ങളുടെ പ്രവാചകനാണ് എന്നായിരിക്കും ലോകത്ത് വിലയിരുത്തുക. മുസ്ലിമീങ്ങളിലും ഒരു വിഭാഗം ആളുകൾ ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും വിലയിരുത്തുന്നത്. അവിടെ ഖുർആൻ പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ലോകത്തിനാകമാനമുള്ള ഈ പ്രവാചകനെ മഹാഭൂരിപക്ഷം ആളുകളും അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല, ഉൾക്കൊണ്ടില്ല എന്ന്. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുക എന്നതും മുസ്ലിം സമുദായത്തിന്റെ ബാധ്യതയാകുന്നു എന്ന് നാം ഗൗരവമായി ഈ വചനത്തിലൂടെ മനസ്സിലാക്കണം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 157 പറഞ്ഞതിന് ശേഷം 158-ാമത്തെ വചനത്തിൽ പറയും, കുൽ, പറയുക പ്രവാചക,
യാ അയ്യുഹന്നാസ്, മുഴുവൻ ജനങ്ങളെയും വിളിച്ചു പറയൂ, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, തീർച്ചയായും ഉറപ്പായും കട്ടായമായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. ഞാൻ ആരുടെ പ്രവാചകനാണ്? ഏതൊരു സൂര്യന്റെ കിരണങ്ങളാണോ നിങ്ങൾ ആസ്വദിക്കുന്നത്, ആ സൂര്യനെ സൃഷ്ടിച്ച സിട്ടാവിന്റെ പ്രവാചകൻ. അതാണ് ഖുർആന്റെ പ്രയോഗം. ആകാശഭൂമികളെ സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും ആരുടേതാണോ അവനാൽ അയക്കപ്പെട്ട, അതൊരു അത്ഭുതകരമായ പ്രയോഗമാണ്. കാരണം എന്താണ്? സൂര്യന്റെ കിരണങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്നു. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചന്ദ്രന്റെ നിലാവലകൾ, വൽഖമറു ഖദ്ദർനാഹു മനാസില, ഖുർആനിലെ 36-ാം അധ്യായം 39-ാമത്തെ വചനമാണ്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാണല്ലോ മാസങ്ങളെയും വർഷങ്ങളെയും ഒക്കെ കണക്കാക്കുന്നതിലും രാപ്പകലുടെ വ്യതിയാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ചന്ദ്രനെ മനുഷ്യരെ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. എങ്കിൽ ആ ചന്ദ്രനെ സൃഷ്ടിച്ച, സൂര്യനെ സംവിധാനിച്ച, ആകാശഭൂമികളെ സംവിധാനിച്ച ആ സംവിധായകൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി വഴി കാണിക്കാൻ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഖുർആനിക സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം നിരക്ഷരനായ പ്രവാചകനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട പ്രവാചകനാണ്. പൂർവ്വവേദങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രവാചകനാണ്. ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകൻ ഞാൻ പോകാഞ്ഞാൽ ആ പ്രവാചകൻ വരില്ലെന്നും, ആ പ്രവാചകൻ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ഇവിടെയും സകല സത്യത്തിലും, കുറച്ച് സത്യത്തിലല്ല, പിന്നെ കുറച്ച് സത്യം ബാക്കിയാക്കി വേറൊരു പ്രവാചകൻ വരും. നല്ല പ്രയോഗം. നേരെ മറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രയോഗം എന്താണ്? അദ്ദേഹത്തിന്റെ പരാമർശം എന്താണ്? ഇത് ഇസ്രായേൽ ഭവനത്തിൽ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്കാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്നതാണ് പ്രയോഗം. നേരെ മറിച്ച് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം തന്നെ ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം വന്നാൽ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കും. ഒരു പ്രവാചകൻ, ബാപ്പയും ഉമ്മയും ഉണ്ടായി ജനിച്ചൊരു പ്രവാചകൻ. അതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ഏതസ്മിൻ അന്തരേ മ്ലേച്ഛ ആചാര്യേണ സമുന്നിത മഹമ്മദിദിക്കാത ശിഷ്യശാഖ സമുന്നിതം എന്ന് പറഞ്ഞ ഈ പ്രവാചകൻ ലോകത്തുള്ള എല്ലാവരുടെയും പ്രവാചകനാണ്. കൽക്കി അവതാർ നിങ്ങൾക്കറിയാം. ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ഇന്ന് കലിയുഗത്തിലാണ് ലോകമെന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. അവിടെ കൽക്കി അവതാരത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണു ഭഗത് എന്നും മാതാവിന്റെ പേര് സുമിത എന്നുമാണ് എന്നാണ്. ഇത് അറബീകരിച്ചാൽ അബ്ദുള്ള എന്നും ആമിന എന്നും നമുക്ക് കിട്ടും. 4 മഹാന്മാരാൽ ഈ പ്രവാചകൻ ധന്യനാകുമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറയും. ഈ പ്രവാചക തിരുമേനി 4 ഖലീഫമാരാൽ ലോകത്തറിയപ്പെടുകയും അവരിലൂടെ പ്രവാചകന്റെ ചര്യകളെ ലോകത്ത് പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ചുരുക്കി ഇവിടെ വിശദീകരിക്കുകയാണ്. വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്കാകമാനമായി ജീവജാലങ്ങൾക്ക് പോലും കാരുണ്യമായിട്ടാണ് ഈ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയ 107-ാമത്തെ വചനത്തിൽ പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രവാചകൻ ലോകർക്കാകമാനമുള്ള പ്രവാചകനാണ്. വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം, വരാനിരിക്കുന്ന ജനപദത്തിലേക്കുമുള്ള പ്രവാചകൻ. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കാൻ പാടില്ല, കാരണം വരാനിരിക്കുന്ന തലമുറയിലും അദ്ദേഹം തന്നെയാണല്ലോ പ്രവാചകൻ എന്ന് ഖുർആൻ 62-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാനുള്ള കാരണം അത്. അപ്പൊ ഇവിടെ ഒന്നാമതായി മുസ്ലിമീങ്ങൾ അറിയേണ്ടത്, ലോകത്തിനാകമാനമുള്ള ഈ പ്രവാചകനെ നമ്മൾ ലോകത്തിനെ അറിയിക്കേണ്ടതുണ്ട്, നാം അപ്രകാരം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ഇവിടെ എനിക്ക് ഈ പ്രസംഗത്തിലെ ആദ്യ ഭാഗം എന്ന നിലയിൽ നിങ്ങളോട് അവതരിപ്പിക്കാനുള്ളത്. ഇതിന്റെ 2-ാമത്തെ ഭാഗം, ലോകത്ത് എന്തുകൊണ്ട് ഈ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിക്കണമെന്ന് പറയുന്നു. ഈ പ്രവാചകൻ ഒരു പ്രത്യേകതയുണ്ട്. അത് പൂർവ്വവേദങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. അതിങ്ങനെയാണ്, പൂർവ്വവേദങ്ങൾ പറയുന്നത് അവൻ സ്വന്തമായി ഒന്നും നിങ്ങളോട് സംസാരിക്കുകയില്ല. പൂർവ്വവേദങ്ങളുടെ പ്രയോഗം ശരിക്കും മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. ആ പ്രവാചകൻ സ്വന്തമായി ഒന്നും സംസാരിക്കുകയില്ല. ലോകത്തോട് എന്താണോ മതപരമായി സംസാരിക്കേണ്ടത് അത് ദൈവം അദ്ദേഹത്തിന്റെ നാവിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുക.
ഇത് പൂർവ്വവേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടതാണ്. ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുന്ന വാചകമാണ്. ഇത് ഹിന്ദു വേദഗ്രന്ഥങ്ങളിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ഈ കാര്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് സൂറത്തു നജ്മിൽ 53-ാം അധ്യായം 3-4 വചനങ്ങളെ നമ്മൾ ശരിക്കും പ്രമാണങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. പരതിപ്പോകാതെ പൂർണ്ണമായ പ്രമാണങ്ങളുടെ ബലത്തിൽ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ, വ്യത്യസ്ത കക്ഷികളാകാതിരിക്കാൻ നിങ്ങൾ ഈ ഖുർആനാകുന്ന, ആ ഖുർആനിന്റെ വിശദീകരണമാകുന്ന സുന്നത്താകുന്ന പ്രമാണത്തെ നിങ്ങൾ മുറുക്കി പിടിക്കണമെന്നും അതിനനുസൃതമായി ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്നും വഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അതിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്നും പ്രവാചക തിരുമേനി വിശദീകരിച്ചതാണ്. സൂറത്തു നജ്മിൽ 3-4 വചനങ്ങൾ നമ്മളെല്ലാവരും അതിങ്ങനെ ഒരു അലംഭാവത്തോടു കൂടി ഓതിപ്പോകേണ്ട വാചകമല്ല. സഗൗരവമായി നമ്മുടെ ജീവിതവുമായി പ്രവാചകന്റെ വചനങ്ങളെ നാം ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണം, ഇപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ 20 റക്അത്ത് 23 റക്അത്ത് നമസ്കരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നവർ പ്രവാചകന് നൽകുന്ന സ്ഥാനം എന്താണ്? ഇമാം ബുഖാരിയിലെ 2013-ാമത്തെ ഹദീസിൽ കിതാബു തറാവീഹിലും കിതാബു തഹജ്ജുദിലും കിതാബുൽ വിത്റിലും എല്ലാം ചർച്ച ചെയ്തിട്ടുള്ള 11ന്റെ ഹദീസ്, അത് കൃത്യമാണ്, തെളിവാണ്, പ്രമാണമാണ്, ബുഖാരിയിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സഹീഹ് ബുഖാരിയാണ്. 16 വർഷത്തെ നിരന്തരമായ പഠന മനന തപസ്സുകൾക്കൊടുവിൽ 2 റക്അത്ത് നമസ്കരിച്ച് ഓരോ ഹദീസുകളും ബുഖാരിയിൽ ചേർക്കുന്നത് 16 വർഷം 6 ലക്ഷം ഹദീസുകളെ നിരന്തരമായി പഠിച്ച് 7379 ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് സമകാലിക സകല പണ്ഡിതന്മാരുമായി ഡിസ്കസ് ചെയ്ത് കരഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിച്ച് വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ബുഖാരിയിലെ ഓരോ ഹദീസുകളും ക്രോഡീകരിക്കപ്പെടുന്നത്. ലാഘവത്തോടുകൂടി ഞങ്ങൾ ബുഖാരി തട്ടിക്കളയുന്നു എന്ന് സ്പ്രിംഗ് ആക്ഷനിൽ പറയുന്ന ചില മൊല്ലമാരൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മളിങ്ങനെ വളർന്നു വരുന്നതായി കാണുകയാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ അറിയണം. ഈ സഹീഹ് ബുഖാരിയിൽ തറാവീഹ് 11 റക്അത്ത് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 23 നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖിനെയും റസൂലിനെയും വിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചാടുന്നവർ ഒരു കാര്യം വ്യക്തമായി ആലോചിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനാണോ? നമ്പർ 1. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹിയുള്ള ആളാണോ? നമ്പർ 2. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ ദീൻ പഠിപ്പിക്കാൻ വന്നത്? നമ്പർ 3 അല്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 നിസ്കരിച്ചു എന്നറിയാവുന്ന ഉമർ ബിൻ ഖത്താബ് തന്റെ കാലഘട്ടത്തിൽ അതിന് മാറ്റം വരുത്തുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അറിയാവുന്നവർ വിശ്വസിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ഞാൻ ഈ പഠിപ്പിച്ചതുപോലെ ജീവിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പായി പഠിപ്പിക്കുകയും ചെയ്ത ആ പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് 2ാം ഖലീഫ 23 റക്അത്ത് നമസ്കരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അവിടെയാണ് ഖുർആനിലെ സൂറത്തു നജ്മിലെ 3-4 വചനങ്ങൾ ഗൗരവമായ പഠനങ്ങൾക്ക് വിധേയമാകുന്നത്. അതെന്താണ്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അഭീഷ്ടമനുസരിച്ച് ഈ പ്രവാചകൻ സംസാരിക്കാറില്ല. ഇത് അള്ള പറയുന്നതാണ്. ഞാൻ എനിക്ക് തോന്നിയ പോലെ പറയല്ല എന്ന് റസൂല് പറയല്ല, അള്ള പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ള പ്രത്യേകമായി പറയണെന്ത്? ഈ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം നാവിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് വേണ്ടി തോന്നുന്ന, അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തോന്നിയ, അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ ഒന്നല്ല ഈ മതം. മറിച്ച് വഹി അനുസരിച്ചാണ് അദ്ദേഹം നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കുന്നത് എന്ന്. എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രമാണം കൊണ്ട് സ്ഥിരീകരിക്കുകയും ഇതാ പ്രവാചകൻ ചെയ്തത് ഇതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഇതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണമെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? ഈ പ്രവാചകൻ വഹി അനുസരിച്ചല്ലാതെ സംസാരിക്കുകയില്ല എന്നതാണ്. വഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതും നമ്മളൊന്ന് ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും തെറ്റുപറ്റാത്ത റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, ജിബ്രീലിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട പ്രധാനമായ ഒരു കാര്യം എന്താണ്? അള്ള കൽപ്പിച്ചതല്ലാതെ ഒന്നും അവർ സ്വയമേ ചെയ്യുന്നില്ല എന്ന ഖുർആൻ 66-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നത്, അള്ള എന്താണോ കൽപ്പിച്ചത് അത് അതുപോലെ ചെയ്യുക, അതിനെ ചോദ്യം ചെയ്യുകയോ അത് ഞങ്ങൾക്ക് പറ്റുകയില്ലെന്ന് പറയുകയോ
അവരുടെ അഭിപ്രായത്തിനും താല്പര്യത്തിനും ഒത്തൊരു കാര്യം ചെയ്യുകയോ ചെയ്യാത്തവരാണ് മലക്കുകൾ. അങ്ങനെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ മാതൃക കാണിച്ച പ്രവാചകന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ മുസ്ലിമീങ്ങളിലെ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഇന്ന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങൾക്കും അപ്രകാരം പ്രവാചകനെ ഉൾക്കൊള്ളാൻ ഇന്ന് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം. ഇനി ഞാൻ പറയുന്ന മൗലികമായ മറ്റൊരു ഖുർആനിക വചനം സഗൗരവമായി ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്റെ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് രാത്രി കിടന്നാലോചിക്കാൻ മാത്രം, ചിന്തിക്കാൻ മാത്രം പോന്ന ഗാംഭീര്യമുള്ള കിണ്ടൽ കണക്കിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഖുർആനിക വചനങ്ങളിലേക്കാണ് ഞാൻ അടുത്ത് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം അൽഹാഖത്തുൽ മൽഹാഖ എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തിൽ 44 മുതൽ 47 വരെയുള്ള വചനം, 69-ാം അധ്യായം 44 47 വരെയുള്ള വചനം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. അതെന്താണ്? ആ വാചകം പല സ്ഥലത്തും ഞാൻ ഉദ്ധരിച്ചപ്പോൾ അങ്ങനെ ഒരു വചനം ഖുർആനിൽ ഉണ്ടോ എന്ന് നന്നായി ഖുർആൻ പഠിക്കുന്നവർ വരെ എന്നോട് ചോദിച്ച അനുഭവമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ വചനം ഈ വിഷയകമായി പ്രത്യേകമായി പറയുന്നത്. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ എന്ന് തുടങ്ങുന്ന ഖുർആനിക വചനം. ആ വചനത്തിൽ പറയുന്നത് വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പേരിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ച് അദ്ദേഹം പറയുകയില്ല. ഒരൊറ്റ വാക്കും അദ്ദേഹത്തിന്റെ വകയായി അദ്ദേഹം പറയുകയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ, ഇത് പറയുന്നത് അല്ലാഹുവാണ്. എനിക്ക് ഒരു ഇജാസുൽ ഖുർആൻ, ഒരു അത്ഭുതകരമായി ഈ വാചകത്തെ ധാരാളമായി ഉദ്ധരിക്കണമെന്ന് തോന്നുന്ന അതുകൊണ്ടാണ്. എന്താണ് കാരണം? നിങ്ങൾ നോക്കിയേ, ആ ഖുർആനിന്റെ വചനം ഒന്ന് നോക്കിയേ. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ. അല്ലാഹു പറയാണ്, പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക്, ഒരു സെന്റൻസ് അല്ല, ഒരു പേജല്ല, ഒരു സംഭവമല്ല, ഒരു ദിക്റല്ല, ഒരു ദുആ അല്ല, ഒരു സലാത്തല്ല, ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല, ഒരൊറ്റ അറഫ്, ഒരക്ഷരം അള്ളാഹുവിന്റെ പേരിൽ റസൂലുള്ള സ്വന്തപ്രകാരം തന്നിഷ്ടത്തെ പിൻപറ്റി പറഞ്ഞാൽ അള്ളാഹു പറയാൻ, എന്റെ വലത് കൈ കൊണ്ട് ഞാൻ ആ പ്രവാചകനെ പിടിക്കും. എന്റെ വലത് കൈ കൊണ്ട് ഞാൻ ആ പ്രവാചകനെ പിടിക്കും. എന്തിനാണ്? താലോടാനാണോ? താലോലിക്കാനാണോ? ശാന്തപ്പെടുത്താനാണോ? അല്ല, മറിച്ച് സുമ്മല്ല ഖതഇന, എന്നിട്ട് നാം മുറിച്ചു കളയും. എന്ത്? അദ്ദേഹത്തിന്റെ ജീവനാടി, അദ്ദേഹത്തിന്റെ കുരവള്ളി നാം പൊട്ടിച്ചു കളയും. ഇത് ആരാ പറയുന്നത്? ഇത് മനുഷ്യർ പറയുന്നല്ല, ഒരു രാജാവ് പറയുന്നല്ല, ഒരു നേതാവ് പറയുന്നല്ല. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ധിക്കാരികളായ ഭരണാധികാരികളുടെ പ്രഖ്യാപനമല്ല, ലോകത്തിന്റെ തമ്പുരാന്റെ പ്രഖ്യാപനമാണ്. എന്ത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജനങ്ങളെ, സഹോദരിമാരെ, ഈ വാചകം നിങ്ങൾ അഗാധമായി പഠിക്കണം. അഗാധമായി പഠിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പ്രവാചകനിലൂടെ മാത്രമേ മതം പഠിക്കാവൂ എന്ന തത്വത്തിലേക്ക് നിങ്ങൾ ശരിക്കും എത്തും. കാരണം എന്താണ്? ഒരപാരമായ തത്വം അതിലുണ്ട്. ഈ ആയത്ത് ഓതി കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു തത്വം, അതാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. അതെന്താണ്? പ്രവാചകനെങ്ങാനും ഒരു വാക്ക് കെട്ടിച്ചമച്ചാൽ നാം അദ്ദേഹത്തെ വലത് കൈകൊണ്ട് പിടിക്കുമെന്നും അദ്ദേഹത്തിന്റെ ജീവനാടി മുറിച്ചു കളയുമെന്നും എന്റെ പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾ എത്ര പേര് വിചാരിച്ചാലും സാധ്യമല്ലെന്നും അള്ളാഹു പറയും. ഇനി ആയത്തൊന്ന് ചിന്തിച്ചേ. ആ ആയത്തിൽ നിന്ന് എന്ത് കിട്ടി? ഒരക്ഷരം പോലും നബി വഫാത്താകുന്നതുവരെ നബിയുടെ വകയായി പറഞ്ഞിട്ടില്ല. അതെങ്ങനെ മനസ്സിലായത്? അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആരാണ് വാഗ്ദാനം ചെയ്തത്? റസൂലിന്റെ കുരവള്ളി പൊട്ടിക്കുമെന്ന് വാഗ്ദാനം പറഞ്ഞത് ആരാണ്? ലോകത്തിന്റെ സ്വജാധിപതിയായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അള്ളാഹുവാണ്. അള്ളാഹു റസൂലിന്റെ കുരവള്ളി പൊട്ടിയില്ല എന്നത് പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു വാക്കും റസൂല് മതത്തിന്റെ പേരിൽ കൂട്ടിപ്പറഞ്ഞില്ല എന്നതാണ്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു അള്ളാന്റെ വാക്ക് പാലിക്കാതിരിക്കുമോ? പടച്ചവന്റെ വാക്ക് പാലിക്കാതിരിക്കുമോ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, വഹി നൽകാത്ത ഒരു വാക്കും മതത്തിന്റെ പേരിൽ ആര് പറഞ്ഞിട്ടില്ല? മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എന്നതിന് ഈ ഖുർആൻ സാക്ഷി. അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കുരവള്ളി പൊട്ടേണ്ടിയിരുന്നു. റസൂൽ ഏതെങ്കിലും ഒരു കാര്യം തന്നിഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ദിക്റോ ദുആയോ എന്തെങ്കിലും ഒന്ന് അദ്ദേഹം തന്നിഷ്ടത്തെ പിൻപറ്റി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവനാടി പൊട്ടിക്കും. കാരണം ഇത് പറയുന്നത് ആരാണ്? അള്ളയാണ്. ഞാൻ അപ്പ പറഞ്ഞതാണ്,
ഇപ്പൊ സാരല്ലേ പോട്ടെ, ഒരു വാക്കല്ലേ സാരല്ലേ, 2 വാക്ക് പറഞ്ഞില്ലല്ലോ എന്നല്ല പറയുമോ? അള്ളാഹു കളവ് പറയുമോ? അള്ളാഹു വാക്ക് ലംഘിക്കുമോ? ഇന്ന വഅദല്ലാഹി ഹഖ്. വിശുദ്ധ ഖുർആൻ പറയാണ്. എവിടെ? ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ഇന്ന വഅദല്ലാഹി ഹഖ്. അള്ളാന്റെ വാക്ക്, വാഗ്ദാനം എന്താണ്? സത്യമാണ്, ഒരിക്കലും അള്ളാഹു ലംഘിക്കാത്തതാണ്. അപ്പൊ എല്ലാരും ഒരു വലിയ പോയിന്റ് കിട്ടിയോ? വലിയൊരു തത്വം കിട്ടിയോ? നബി പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ളൊരു കാര്യം സ്വീകരിക്കുന്നതിന്റെ മയന എന്താണ്? അത് അള്ള തൃപ്തിപ്പെട്ട വഹിയാണ്. ആ വഹിയിനേക്കാൾ വലുതാണോ വഹിയില്ലാത്ത ഒരാളുടെ കൗല്, വാക്ക്? ആണോ? വളരെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വശമാണിത്. തീർന്നില്ല. ഇതിന് ചരിത്രത്തിൽ ഉപോത്ബലകമായ 2 സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. 2 സംഭവങ്ങൾ. അതിലൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ട വബി നബിയിക്കല്ലദീ അർസൽത എന്ന വാചകത്തെ സഹാബി വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് മാറ്റിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടപെടുന്ന രംഗമാണ്. നബി ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് പഠിപ്പിച്ചു തന്നത്? വബി നബിയിക്കല്ലദീ അർസൽത. ശരി, നീ എന്താ ചൊല്ലിയത്? വബി റസൂലിക്കല്ലദീ അർസൽത. നബി എന്നത് മാറ്റി റസൂലാക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് പോലും അതിന് അവകാശമില്ല. ഇബ്നു ഹജർ അസ്കലാനി ഫതുൽ ബാരിയിൽ പറയാണ്, ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ട് പറയാണ്, അള്ളാന്റെ വഹി വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ്, വബി റസൂലിക്കല്ലദീ അർസൽത എന്നല്ല. അതുകൊണ്ട് നബി എന്ന പദം എനിക്ക് പോലും മാറ്റിവെക്കാൻ ഞാൻ അതിനെ വളരെ ലളിതമായി പറയാം. വബി നബിയിക്കല്ലദീ അർസൽത എന്ന നബി അത് അടർത്തിയെടുത്ത് ആ നബി എന്ന പദം അവിടുന്ന് ഇളക്കി മാറ്റി ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അവർ റസൂലി എന്ന പദം ഫിറ്റ് ചെയ്തു. നബി എന്ന പദത്തെക്കാൾ ബെറ്റർ ആണെന്ത്? റസൂലി എന്ന പദം. നിങ്ങൾ ഓർക്കണം, റസൂലി എന്ന പദം. പക്ഷെ ആ പദം പോലും അള്ളാന്റെ വഹി അല്ലാതെ മാറ്റാൻ നമുക്ക് അവകാശമില്ല. 2ാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ഒരു കാര്യത്തിൽ വിധി ചോദിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടില്ല, ഞാൻ ജിബ്രീലിനോട് ചോദിക്കാം. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജിബ്രീലിനെ കാണുന്നു. ആ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു. ചോദിക്കുക മാത്രമല്ല, ജിബ്രീൽ ആ സമയത്ത് പറഞ്ഞ മറുപടിയും വളരെ വ്യക്തമായി നാം ഈ സന്ദർഭത്തിൽ പഠിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ള വകുപ്പില്ല. അല്ല ഇങ്ങോട്ട് കൽപ്പിക്കുന്നതെന്തോ അത് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ പിന്നെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള മലക്കിനോട് എനിക്ക് എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചുകൂടെ? എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തുമെന്ന് ചോദിച്ചുകൂടെ? എന്നത് ഇസ്ലാമിനെ പറ്റി വിവരമില്ലാത്ത ജാഹിലുകളുടെ ചോദ്യമാണ്. അത് മലക്കുകളെ പരിഹസിക്കലാണ്. കാരണം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ചെയ്യുന്നവരെല്ലാം മലക്കുകൾ. അതിനുള്ള വകുപ്പ് അവർക്കില്ല. അല്ല കൽപ്പിച്ചതെന്തോ അത് ചെയ്യാനേ അവർക്ക് വകുപ്പുള്ളൂ. അതുകൊണ്ട് മലക്കുകളോട് എന്നെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തണേ എന്ന് പറഞ്ഞുകൂടെ? അതനുസരിച്ച് മലക്ക് അമൽ ചെയ്യും. അത് ഖുർആൻ പഠിച്ച, ഖുർആനിന്റെ ബാലപാഠം അറിയാവുന്ന ഒരാളും ചോദിക്കാത്ത ചോദ്യമാണ്. ഖുർആൻ എന്താണെന്നറിയില്ല, ഹദീസ് എന്താണെന്നറിയില്ല, യുക്തിയാണ് പ്രമാണം. ആ യുക്തിയെ പ്രമാണമാക്കിയിട്ടാണ് ആളുകൾ ഈ കാര്യം പറയുന്നത്. ഇത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. മലക്കുകളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചുകൂടെ, ഇത് ചെയ്യിപ്പിച്ചുകൂടെ, എന്റെ കുട്ടിയുടെ കല്യാണ ദിവസം മഴ പെയ്യിപ്പിക്കാതിരുന്നൂടെ മീക്കായിലെ എന്ന് പറഞ്ഞ് അങ്ങട്ട് ചെയ്യിപ്പിക്കുന്ന ഏർപ്പാട് മലക്കുകൾക്കില്ല. അത് മലക്കുകളെ കുറിച്ച് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നറിയാതെ യുക്തിയെ പ്രമാണമാക്കി അതിനെ പൂവിട്ട് പൂജിച്ച് ആരാധിക്കുന്ന യുക്തി പൂജകർക്കല്ലാതെ ഈ വിവരക്കേട് ചോദിക്കാൻ ലോകത്തിൽമുള്ള പടച്ചവനെ പേടിക്കുന്ന ഒരാൾക്കും കഴിയില്ല എന്ന വസ്തുത ഇത്തരുണത്തിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട എന്റെ പരാമർശത്തിൽ ഞാൻ ഗൗരവമായി വിവരമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മലക്കുകൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് താളം തുള്ളുന്നവരല്ല. അവർക്ക് പോലും അവരുടെ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം എടുക്കാൻ അവകാശമില്ല എന്ന് അറിയുക. പ്രമാണങ്ങളിൽ നിന്ന് ദീനറിയുക. ആരാന്റെ വിവരക്കേടിൽ നിന്ന് വിവരക്കേടിനെ മതമായി അംഗീകരിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഇത്തരം ആളുകളോട്, ഈ വിഷയത്തിൽ പരാമർശിക്കുന്നവരോട് പറയാനുള്ളത്. ഇനി അറിയേണ്ട വളരെ പ്രധാനമായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സുബൈയുടെ തൊട്ടു മുമ്പായി പള്ളിയിൽ കുറെ ആളുകൾ ഇരിക്കുകയാണ്. ദിക്ർ ഹൽക്ക നിങ്ങൾക്ക് എല്ലാവർക്കും മഷൂറായ ഒരു സംഭവമാണ്. അബൂ മൂസൽ അശ്അരി കൂഫയിലെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ആളുകൾ സുബൈയുടെ മുമ്പ് തന്നെ ഭക്തി ആദരപൂർവം പള്ളിയിലെത്തിയിരിക്കുന്നു. ആ പള്ളിയിലെത്തി അവർ കുഴി കുഴിച്ച് കല്ലുകളെടുത്ത് കബ്ബിറൂമിയ ഹല്ലിലൂമിയ
സബ്ബിഹുമിഹ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂ മുസല്ല അശ്അരി പള്ളിയിൽ പോലും പ്രവേശിച്ചില്ല. അവിടെ സിനിമാ കഥ പറയുകയല്ല, അന്യന്റെ പച്ചമാംസം തിന്നുകയല്ല, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അവരെ മദ്യപിക്കുകയോ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങളിൽ ഏർപ്പെടുകയല്ല. മറിച്ച് അവർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് സുബഹിക്ക് മുമ്പ് ഒരു പ്രത്യേക വട്ടത്തിലിരുന്ന് ഓരോ വട്ടത്തിനും ഓരോ ലീഡർ അവിടെയൊക്കെ 100 കല്ല് വീതം. ഇത് കണ്ട അബൂ മുസല്ല അശ്അരി കോപാകുലനാവുകയാണ്. ആളുകൾ ചോദിക്കും, അതൊരു സലാത്തല്ലേ, അതൊരു ദിക്റല്ലേ, അതൊരു പ്രത്യേകമായ ആചാരമല്ലേ, അത് അള്ളയുമായി ബന്ധപ്പെട്ടതല്ലേ, നല്ല കാര്യമല്ലേ എന്ന ആളുകൾ സാധാരണയായി ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് മതത്തിൽ ഓരോ കാര്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടുന്നതും ഒരു സുന്നത്തിന്റെ സ്ഥാനത്ത് ബിദ്അത്ത് വരുന്നതും. നിങ്ങൾക്കറിയാം, ഒരു നിറഞ്ഞ ഗ്ലാസ്, ആ ഗ്ലാസ് നിറയെ വെള്ളമുണ്ട്, അതിലേക്ക് നമ്മുടെ ഒരു വിരൽ താത്തിയാൽ ആ വിരൽ നിൽക്കാൻ ആവശ്യമായ സ്പേസിൽ നിന്ന് വെള്ളം ഗ്ലാസിന്റെ പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇസ്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു പാത്രമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന. ഒരു പെർട്ടിക്കുലർ ഡേ ദുൽഹജ്ജ് 9 വരാനിരിക്കുന്നു. ഹജ്ജിന്റെ വേളയിലാണ് നാം. ഹജ്ജിനെ സ്വാഗതം ചെയ്യുകയാണ് നാം. പരിശുദ്ധ ഹറമിലേക്ക് മാനസികമായി ഒരുങ്ങുകയാണ് നമ്മളിൽ പലരും. ദുൽഹജ്ജ് 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ഇറക്കിക്കൊടുത്ത വചനമാണ് 5-ാം അധ്യായം 3-ാമത്തെ വചനം. ഇന്നേ ദിവസം ദീനിതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തീകരിച്ച ദീനിൽ വിശ്വാസരംഗവും കർമ്മരംഗവും ആചാരരംഗവും എല്ലാം റസൂലുള്ള വഫാത്താകുമ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഒരു ചെറിയ ദിക്ർ പോലും ആ പ്രവാചകൻ വിട്ടുപോയിട്ടില്ല. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ സകല കാര്യങ്ങളും ഈ റസൂൽ കള്ളം പറയില്ല. ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചിക്കില്ല. ഈ റസൂൽ നുണ പറയില്ല. തമാശയായി പോലും കളവ് പറയില്ല. നിങ്ങൾക്കറിയാം, മഷ്ഹൂറായ മറ്റൊരു സംഭവം. ഒരു വയോവൃദ്ധയായ സ്ത്രീ നബീനോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ പോകുമോ? നബി പറഞ്ഞു, ഇല്ല. ആ സ്ത്രീ വിതുമ്പിക്കരഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്ത് പോകും, പക്ഷേ ഈ പ്രായത്തിലല്ല, യുവതിയായിട്ടാണ്. അവിടെ പോലും നബി എന്ത് പറഞ്ഞിട്ടില്ല? കള്ളം പറഞ്ഞിട്ടില്ല. ആ ഒരു രംഗത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറഞ്ഞില്ല. സൂക്ഷിക്കുകയായിരുന്നു പ്രവാചകൻ. ആ പ്രവാചക തിരുമേനിയാണ് നമ്മൾ ദീന് പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിനെ ആ പ്രവാചകനിലൂടെ നോക്കിക്കാണാൻ ലോകത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും രാജ്യദ്രോഹികളെന്നും മതനിഷേധികളെന്നും ഒക്കെ വിളിച്ച് മുസ്ലിമീങ്ങളെ ലോകാടിസ്ഥാനത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം പ്രവാചകനെ തെറ്റിദ്ധരിക്കുകയും പ്രവാചകനെ സ്ത്രീലംബടനായി ചിത്രീകരിക്കുകയും പ്രവാചകനെ കൊലയാളിയായി അവതരിപ്പിക്കുകയും പ്രവാചകനെ കൊള്ളരുതാത്തവനായി അവതരിപ്പിക്കുകയും, നഊദു ബില്ലാഹ്, ഈ അടുത്ത കാലത്ത് നബിയെ നിന്ദിച്ചുകൊണ്ടിറങ്ങിയ സിനിമയിൽ പെണ്ണുങ്ങളെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു ഓടുന്ന ആർത്തിമൂത്ത് ദുരമൂത്ത് യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് നിന്ദന്മാരായ ആളുകൾ, അവരെ കുറിച്ച് ഞാൻ വഴിയെ പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രവാചക തിരുമേനി ആരാണ്? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ലോകപ്രസിദ്ധമായ ക്രിസ്തീയ ഗ്രന്ഥങ്ങളിൽ മഞ്ചേരി ആസ്ഥാനമായ മർക്കസുൽ ബിഷാറയിൽ നിന്ന് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ നബിയുടെ മരണത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെ വീക്ഷണം, മുഴുകുടിയനായി മദ്യപിച്ച് ചാണകക്കൂനയിലേക്ക് മുഖം കുത്തി വീണ് മരിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ക്രിസ്ത്യാനികൾ എന്ന് എഴുതിയത്. നഊദു ബില്ലാഹ്. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, ഈ പ്രവാചകനെ കുറിച്ച് ലോകം മുഴുവനും പല തോന്നിയാസങ്ങളും പല കാലങ്ങളിലും പല വിധേനയും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളാണ് ആദ്യമായി ഈ പ്രവാചകനെ ശരിക്കും ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. എന്നിട്ട് വേണം നമ്മളിലൂടെ വകദാലിക ജഅൽനാകു ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മാതൃകയായി. ഇനി നിങ്ങളാണ് ലോകത്തിന് മാതൃകയാകേണ്ടത്. ആര് മാതൃകയായ പോലെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായ പോലെ. വിശ്വാസരംഗത്ത് നബി എന്തായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ. കർമ്മരംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ. ഭാര്യയോട് ആ പ്രവാചകൻ എങ്ങനെ പെരുമാറിയോ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ. അയൽവാസികളോട് എങ്ങനെ പെരുമാറിയോ നിങ്ങൾ. പ്രവാചകനെ മർദ്ദിച്ചവരോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ ജീവിതത്തിന്റെ A to Z രംഗങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആ പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി
പിൻപറ്റേണ്ടവരാണ് നിങ്ങൾ എന്നതാണ് ഈ ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിയുസ് സുബുൽ. വിശുദ്ധ ഖുർആൻ പറയാൻ, ഇതാകുന്നു എന്റെ മാർഗം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, നേരെ ചൊവ്വായ വഴി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന നേരെ ചൊവ്വായ ദീൻ ഇതാകുന്നു. ഇതല്ലാത്ത മറ്റു വഴികളെ നിങ്ങൾ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും. നിങ്ങൾ വ്യത്യസ്തമായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിൽ നീണ്ട ഒരു വര വരച്ചു. പിന്നെ വലത്തോട്ടും ഇടത്തോട്ടും കുറെ വരകൾ വരച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാകുന്നു നേരെ ചൊവ്വായ വഴി, ഇതിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് വലത്തോട്ട് നിങ്ങൾ തെറ്റരുത്, നിങ്ങൾ ഇടത്തോട്ടും തെറ്റരുത്. ആ വഴികളിലേക്ക് നിങ്ങൾ തെറ്റിയാൽ ആ വഴികളുടെ വാതിലുകളിലെല്ലാം പിശാചുക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നു വഴിപിഴപ്പിക്കാൻ. എന്നാൽ ഈ വഴിയിൽ പിശാച് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന്റെ രാത്രി പകലിനെ പോലെ സുവ്യക്തമാണ്. സ്വകാര്യങ്ങളില്ല, അക്രമങ്ങളില്ല, അരാജകത്വങ്ങളില്ല, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളില്ല, ആളുകളെ തോൽപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വർക്കുകളില്ല. കാരണം നിങ്ങളെ നേരെ ചൊവ്വായ പാതയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന്റെ രാത്രി പകലെത്ര സുവ്യക്തമാണോ അത്ര സുവ്യക്തമാണ് അതിന്റെ രാത്രി. ഇത്ര ക്ലിയറായ ഈ വ്യക്തമായ ഒരു വഴി, അതാണ് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആം 153-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ മാ നുസ്സില ഇലൈഹിം, താങ്കളിലേക്ക് നാം എന്ത് വഹിയായി അവതരിപ്പിച്ചുവോ അത് ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ നബിയുടെ ഡ്യൂട്ടി ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടിയല്ല. ഖുർആനിന്റെ കത്ത് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോകുന്ന പോലെയല്ല. ആ കത്ത് പൊളിച്ച് അത് വായിച്ച് അത് പൊട്ടിച്ച് അത് വിശദീകരിച്ച് അതിന്റെ ആശയമനുസരിച്ച് മാതൃക കാണിച്ച് ആളുകളെ അതിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരുന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് ഇന്നത് ഉൾക്കൊള്ളുന്നു. സുമ്മ ഇന്ന അലൈനാ ബയാന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. ആയത്തിനെ ആയത്ത് കൊണ്ട് വിശദീകരിക്കും, പിന്നെ റസൂലുള്ള വിശദീകരിക്കും, അത് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു മതം, അതാണ് ശരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ രണ്ട് ഖുർആനിക വചനങ്ങൾ സാന്ദർഭികമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. അതിലൊന്ന് വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനമാണ്. വൈദാ ഖീല ലഹും തആലൗ, വൈദാ ഖീല ലഹും പറയപ്പെട്ടാൽ, തആലൗ നിങ്ങൾ വരൂ. എന്തിലേക്ക്? എല്ലാവരും, ഈ പ്രഭാഷണം കേൾക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഇത് കേൾക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവർ, കാറിലോ ഫ്ളാറ്റിലോ റൂമിലോ എവിടെയാണെങ്കിലും, റോട്ടിലോ LCD-യിലോ എവിടെയാണെങ്കിലും ഇതിവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇത് നാളെ ആയിരങ്ങളുടെ കൈകളിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല എത്തിയേക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ വചനം, വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 104-ൽ പറയണെന്ത്? നിങ്ങൾ വരൂ എന്ന് പറയപ്പെട്ടാൽ, എങ്ങോട്ട് വരൂ എന്ന് പറയപ്പെട്ടാൽ, ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ. അതെന്താണ്? മങ്കൂസാണോ? മഞ്ഞക്കുളം മാലയാണോ? ആണോ? ഖുത്ബിയത്താണോ? ഖുത്ബാത്താണോ? ഒന്നുമല്ല, അത് ഖുർആനാണ്. ആ ഖുർആനിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ ഖുർആനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ല. വൈലർ റസൂലി, റസൂലിലേക്കും, ഖുർആനിലേക്കും റസൂലിലേക്കും, ഖുർആനിലേക്ക് എന്നല്ല, ഖുർആനിലേക്കും റസൂലിലേക്കും, ഖുർആനും സുന്നത്തും. അപ്പൊ അവര് പറയുന്ന ഖാലു മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടുവോ ഞങ്ങൾക്കത് മതി. അപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയെന്താണ്? ഖാലു ഹസ്ബുന മാ വജദ്നാ അലൈഹി ആബാ,
ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടുപോയാൽ ഞങ്ങൾക്ക് മതി. അല്ല, ഖുർആൻ ചോദിക്കുന്നത് അവലൂക്കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. നിങ്ങളുടെ പിതാക്കന്മാർ വിവരമില്ലാത്തവരും നിങ്ങളുടെ പിതാക്കന്മാർ ഹിദായത്ത് ലഭിക്കാത്തവരുമാണെങ്കിലും നിങ്ങൾ അങ്ങനെയാണോ പറയാ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ അങ്ങനെയാണോ പറയാ? ഇത് വിശുദ്ധ ഖുർആന്റെ വല്ലാത്തൊരു ചോദ്യം. അപ്പൊ നമ്മള് ഇസ്ലാമിനെ പഠിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്. ആ പ്രമാണത്തെ ഉൾക്കൊള്ളേണ്ടതോ റസൂലുള്ള മനസ്സിലാക്കിയതുപോലെയാണ്. വളരെ ക്ലിയർ ആണ്. ഇസ്ലാമിനെ അറിയേണ്ടത് നബിയിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും സുന്നത്തും വിശദീകരിച്ചെന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. ഞാൻ ഈ അടുത്ത ദിവസം മെനയാന്ന് ഈ സൗദിയിലെ ഒരു വലിയ പണ്ഡിതൻ ജനങ്ങളെ ചതിക്കുന്ന ഒരു ഖുർആനിന്റെ വചനമുദ്ധരിച്ച് ചതിക്കുന്ന ഒരു രംഗം കേട്ട് അന്ന് നേരം പുലരുന്നവരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും പിഴച്ച വലാലത്തിന്റെ കക്ഷികളിലെ പണ്ഡിതനല്ല, അതല്ലാത്ത വലിയൊരു പണ്ഡിതൻ, തൗഹീദുള്ള സുന്നത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പണ്ഡിതൻ. അയാൾ ജനങ്ങൾ കോതിക്കൊടുക്കും. ഖുർആനിൽ ഒരു പുതിയ ആയത്തുണ്ടാക്കിയ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അയാൾ ഓതുകയാണ്, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി വൗലിൽ അംരി മിൻകും എന്ന് അല്ലാഹു പറയും. ആവർത്തിച്ച് ഈ പണ്ഡിതൻ പറയാൻ, എന്നിട്ട് അയാൾ വിശദീകരിക്കുക ജനങ്ങളോട്. അല്ലാഹു പറയുന്നു ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കാൻ. അവരെടുക്കുന്ന തീരുമാനം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ. കാരണം അല്ലാഹു ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി വൗലിൽ അംരി മിൻകും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപാരമായ കൈക്രിയ, അപാരമായി റബ്ബ് പറയാത്തത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ സൂറത്ത് മാഇദയിലെ 13 പറഞ്ഞല്ലോ, അല്ല ഉദ്ദേശിക്കാത്ത അർത്ഥം അത് നൽകുന്ന ചില ആളുകൾ ജൂതന്മാരിലുണ്ട്. നിങ്ങൾ ജൂതന്മാരാകരുത് എന്ന് അല്ലാഹു പറയാൻ. ഞാൻ ഇന്നും അതോർത്ത് ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. കാരണം അത് ഒരു പിഴച്ച കക്ഷിയിലെ ആളല്ല, സത്യം പറഞ്ഞ് ആളുകളെ ചതിക്കുകയാണ്. കാരണം ഖുർആനും സുന്നതയിലേക്ക് ക്ഷണിക്കല്ല ഇപ്പൊ ആളുകൾ ചെയ്യുന്നത്, വ്യക്തികളിലേക്ക്, ചില സംഘങ്ങളിലേക്ക്, ചില ആളുകളിലേക്ക്. അതാണ്. അതിനുവേണ്ടി ഖുർആന്റെ ആയത്തിനെ ക്രൂരമായി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി വൗലിൽ അംരി മിൻകും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ഇതുവരെ ഇപ്പോൾ നടക്കുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഗൗരവമായി നരകത്തിലെ ആളുകൾ എത്തരുത്. ദുനിയാവിലെ സുഖവും ദുനിയാവിലെ സൗഭാഗ്യവും അല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുറച്ചു വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമാണ് ഈ വിഷയമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവെച്ചു പോവുകയില്ല. അത് അള്ളാഹുവിന്റെ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഒരു കാര്യം വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, ഇതൊരു ഹദീസാണ്, ഒരു ഖുർആനിലെ മറ്റൊരു വചനം എന്നിട്ട് ആ ആദർശത്തിനനുസരിച്ച് ഖുർആനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ പറയുന്ന ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ ടീം പറയുന്നത് പോലെയാണ്. നബി പറഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് വലിക്കുക. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞതോ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, ആ പ്രസ്ഥാനത്തിന് നിങ്ങൾ കുറച്ച് ആദർശം ഉണ്ടാക്കി, ആ ആദർശം അനുസരിച്ച് നിങ്ങൾ ഖുർആനെയും സുന്നത്തിനെയും ഇങ്ങോട്ട് വിളിക്കുകയല്ല. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയി. ഈ വാചകം പ്രത്യേകം ഓർക്കണം. ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തെ അൻഫാലിലെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. സത്യവിശ്വാസികളെ, അല്ലാഹു റസൂൽ നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യീൻ. നിങ്ങൾ അങ്ങോട്ട് പോയി. ഖുർആൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെല്ലീൻ. നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും അതിനെതിരാണെങ്കിൽ അവരെ വിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് ചെല്ലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം
നിങ്ങളുടെ നേതാക്കന്മാരോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോ പറയുന്നതിനെതിരാണെങ്കിൽ നിങ്ങൾ നേതാക്കന്മാരെ മാറ്റിവെച്ച്, പ്രസ്ഥാനങ്ങളെ മാറ്റിവെച്ച്, നിങ്ങളുടെ ചിന്തകളെ മാറ്റിവെച്ച് നിങ്ങൾ പ്രവാചകന്റെ വചനത്തിലേക്ക് വരീ. എന്നിട്ട് ഖുർആൻ ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ? അതല്ലെങ്കിൽ നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, നേതാക്കന്മാരുടെ, പ്രസ്ഥാനക്കാരുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന എന്താണ്? യഹൂലു ബൈനൽ മറി വ ഖൽബിഹി, നിങ്ങളുടെയും നിങ്ങളുടെ ഹൃദയത്തിനിടയിലും അല്ല മറയിട്ട് കളയും. വഅലമൂ, നിങ്ങൾ അറിയണം, അല്ല നിങ്ങളുടെയും നിങ്ങളുടെ ഹൃദയത്തിനിടയിലും അല്ല മറയിട്ട് കളയും. ഇതാണ് വരാൻ പോകുന്ന ദുരന്തം. ഖുർആനിൽ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ, ഹദീസ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് എന്താണ്? നമ്മളുടെയും നമ്മുടെ ഹൃദയത്തിനിടയിലും അല്ല മറയിട്ട് കളയും. പിന്നെ ഇതിലേക്കൊന്നും പ്രവേശിക്കില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 7-ാമത്തെ വചനത്തിൽ പറയാം, അവരുടെ ഹൃദയത്തിന്മേൽ മൂടിവെക്കും, കാതിന്റെ കേൾവിയിൽ മൂടിവെക്കും. എത്ര തന്നെ പറഞ്ഞാലും അവർക്കത് സ്വീകാര്യമാവില്ല, എത്ര തന്നെ കേട്ടാലും അവർക്കത് സ്വീകാര്യമാവില്ല. എനിക്ക് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന അഭിപ്രായമില്ല എന്നൊരാൾ അയാളെ ഹൃദയത്തിൽ നിന്ന് കെഞ്ചി കരഞ്ഞാലും ഇല്ല, നിന്നെ ഞാൻ വിടൂല, നീ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്നടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ അള്ള സീല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അവന്റെ കേൾവിക്ക് സീല് വെച്ചിട്ടുണ്ട്. കാരണം അതില്ല എന്ന് എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അർത്ഥം അറിയണം, എന്നിട്ടും മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ അറിയണം. ചില ആളുകൾ പറയുന്നത് നിങ്ങൾ ഷഹാദത്ത് കലിമ ചെല്ലണം എന്നാണ്. മുവഹിദുകളോട് ഷഹാദത്ത് കലിമ ചെല്ലണമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ തൗഹീദ് തെറ്റിപ്പോയി എന്ന്. ഇത് മനസ്സിലാക്കേണ്ടത് ആ പരാമർശിച്ച വ്യക്തിയുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിൽ അള്ള സീല് വെച്ചു എന്നാണ് അറിയേണ്ടത്. അവന്റെ ഹൃദയത്തിൽ അള്ള സീല് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവന്റെ ഹൃദയത്തിലേക്ക് അറിവുകൾ പ്രവേശിക്കുകയില്ല. കാരണം അവന്റെ ഹൃദയം അസത്യത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അകന്ന് അസത്യത്തിലേക്ക് എത്തി, ഹക്കിൽ നിന്ന് വിട്ട് ബാത്തുലിലേക്ക് പ്രവേശിച്ച്, സ്വർഗത്തിന്റെ വഴി വിട്ട് നരകത്തിന്റെ വഴികളിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അറിയേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചുരുക്കി, ഇതാണ് ഇതിന്റെ മൗലികമായ ഒരു ബൗണ്ടറി. ഇതാണ് ഈ വചനപ്രകാരമായിരിക്കും. ഒരു സത്യവിശ്വാസിയുടെ പ്രത്യേകത പറയുന്ന സൂറത്ത് നൂറിൽ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ആയത്ത് നമ്പറുകൾ മാത്രം പറയാൻ. 24-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള വചനം നിങ്ങൾ പോയിട്ട് നോക്കണം, പഠിക്കണം. ഇപ്പൊ തന്നെ ബൈലക്സിൽ ഇരിക്കുന്നവർക്ക് ഖുർആൻ എടുത്തു വെച്ച് നോക്കാവുന്നതാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന കാതലായ വശം അറിയോ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അതായത് അല്ലാഹും റസൂലും അവരെ വിളിച്ചാൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ അല്ലാഹു വിധി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി പറയുന്നു. അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ അവരെ വിളിച്ചാൽ തീർച്ചയായും അവർ സമീന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുക. അവരാകുന്നു യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പറയാൻ. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അള്ളാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചുവോ, ഇവിടെ ഞാൻ അത്ഭുതകരമായ ഒരു പോയിന്റ് പറയാം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും എന്ത് പറഞ്ഞവരാണ്? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സുബൈക്ക് കുനൂത്ത് ഓതാമെന്ന് വാദിക്കുന്ന അല്ല. കാരണം ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന അദ്ദേഹം പറയുന്നതോട് കൂടെ സുബൈക്ക് കുനൂത്തില്ല എന്ന് അദ്ദേഹം അംഗീകരിച്ചു. ഞാൻ പറഞ്ഞത് തെളിവ് പിടിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് എന്ന് നോക്കിയിട്ടേ നിങ്ങളത് സ്വീകരിക്കാവൂ എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നതോട് കൂടെ വലല്ലാലീൻ എന്ന് ചെല്ലുമ്പോൾ ഹനഫി മദ്ഹബുകാർക്ക് ആമീൻ എന്നുറക്കെ പറയാം. കാരണം എന്താണ്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നബി പഠിപ്പിച്ചത് കണ്ടാൽ പിന്നെ എന്റെ വാക്ക് വിട്ടുകളയണമെന്നാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിലെയും അഭിപ്രായ ഭിന്നത ശരിയല്ല. കാരണം അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറയുന്നതിനെതിരായി സഹിയായ ഹദീസ് കണ്ടാൽ പിന്നെ അതാകുന്നു പ്രമാണം എന്ന് പറഞ്ഞാൽ സലഫുകൾ എന്താണോ എന്ന് പറയുന്നത് അതാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഖദീമ് ജദീദ് എന്ന് വേർതിരിക്കേണ്ട ആവശ്യം ഇനിയില്ല.
ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന കാര്യമാണ് എന്ന വിഷയത്തിൽ പറഞ്ഞത് എന്ന് പറയേണ്ട കാര്യമില്ല. എന്താണോ ഹദീസ് അതാണ് ഇമാം അബൂ ഹനീഫയുടേത്, എന്താണോ ഹദീസ് അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റേത്, എന്താണോ ഹദീസ് അതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, എന്താണോ ഹദീസ് അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും എന്ത് പറഞ്ഞു? ഖുർആനിലും ഹദീസിലും എന്താണോ ഉള്ളത് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയില്ലെന്ന് വരാം, പിന്നീട് കിട്ടിയാൽ ഞങ്ങളുടെ വാക്കുകളെ ആ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയൂ എന്ന് പറഞ്ഞാൽ ഇന്നെങ്ങാനും, അതാണ് എന്റെ പോയിന്റ്, അതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു ഹനഫി പള്ളിയിൽ ഇന്നെങ്ങാനും ഇമാം അഹ്മദ് ബിൻ ഹംബൽ വന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വന്നാൽ വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇമാമായി ഇമാം അബൂ ഹനീഫ നിൽക്കുകയാണെങ്കിൽ ആമീൻ എന്ന് അദ്ദേഹം ഉറക്കെ ചെല്ലും. എന്താ കാരണം? വളരെ വ്യക്തമാണ്. ഇന്ന് ഏതൊരു മദ്ഹബിന്റെ ഇമാമിൻ കടന്നു വന്നാലും അവരുടെ പക്ഷക്കാരാണ് എന്ന് പറയുന്നവരെ ഈ ഇമാമിങ്ങൾ ആട്ടിയോടിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ സലഫി മനഹജ് അനുസരിച്ച് ജീവിച്ചോളൂ, അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും പറഞ്ഞതും ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതെന്തോ അത് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ഇന്ന് ഇമാമിമാർ തിരിച്ചു വന്നാൽ അവർ പറയും അതാണ് അവരുടെ പ്രമാണങ്ങൾ എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ ഇസ്ലാമിനെ അറിയുക പ്രവാചകനിലൂടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് നമ്മൾ ഏകീകരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നു, ഈ കാര്യം റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? ഏത് കാര്യം? ഇനി നമുക്ക് കുറച്ച് വിഷയങ്ങൾ പറയാം. ഇതാണ് മാനദണ്ഡം എന്ന് ഞാൻ പറയാം. ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. പ്രമാണങ്ങളുടെ വ്യതിരിക്തതയാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഏത് മതസമൂഹത്തോടും നമുക്ക് ഈ വിധത്തിൽ തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദാഹരണം, ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം, വഴി ബ്ലോക്ക് ചെയ്യുന്നു മുസ്ലിമീങ്ങൾ ജാഥയായി, രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഫ്രീഡം പരേഡിന്റെ പേരിൽ, പല പ്രകടനങ്ങളുടെ പേരിൽ ഹൈവേകൾ, വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഹൈവേകൾ അവർ ബ്ലോക്ക് ചെയ്യും. ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമ്മൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ബ്ലോക്ക് ചെയ്യുന്നത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ചോ? വഴി ബ്ലോക്ക് ചെയ്യൽ ഈമാനിന്റെ ഭാഗമല്ല എന്നാണ് വഹിയുള്ള റസൂൽ പഠിപ്പിച്ചത്. റസൂൽ പറയുന്നതിന് എന്താണ്? ഈ വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കൽ, ഒരു ചെറിയ കൊച്ചു ഇടവഴി, അതിൽ പോലും ഒരു കല്ല് വീഴാൻ പാടില്ല, അതിൽ പോലും ഒരു ബ്ലോക്ക് വീഴാൻ പാടില്ല, അവിടെ പോലും ഒരു 4 വീലർ നിർത്തി ശ്രദ്ധിക്കാതെ ആളുകൾക്ക് വഴി ബ്ലോക്ക് ഉണ്ടാക്കാൻ പാടില്ല. എത്രത്തോളം? ഒരു മരം, എന്റെ പറമ്പിലെ ഒരു മരം അന്യന്റെ നടപ്പാതയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, അതവന് പ്രയാസമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പരിശോധിക്കുക, ഫ്രീഡം പരേഡ് നടത്തുന്നവർ, നബിദിന റാലി നടത്തുന്നവർ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, അല്ലെ, മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പേരിൽ റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്കാക്കുന്നവർ നബിക്കെതിരാണ്, മുഹമ്മദ് നബിക്കെതിരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമരമുറകളിൽ ഇതില്ല. അത് അതേപോലെ സ്വീകരിക്കുന്ന ഒരേ ഒരു വിഭാഗം, അതാണ് കേരളത്തിലെ സലഫി പ്രസ്ഥാനം. ഒരേ ഒരു വിഭാഗം ഏത് ചെറിയ വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പറയൂ, നബിദിനത്തിന്റെ പേരിൽ, നബി ജനിച്ച ദിവസം എന്ത് പണ്ടാരങ്ങൻ, എന്താണ് അന്ന് റോഡ് ഇത്ര ബ്ലോക്ക്, അത് മുസ്ലിങ്ങളെ നബി ജനിച്ച ദിവസ എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാത്ത, അല്ലെ, ഏതെങ്കിലും ഒരു സലഫി പ്രസ്ഥാനത്തിന്റെ പ്രകടനം കാരണം 1 മിനിറ്റ് പോലും റോട്ടിൽ ബ്ലോക്ക് ആയിട്ടുണ്ടോ നാളിതുവരെ? കാരണം യഥാർത്ഥ ഇസ്ലാം അതാണ്. നിങ്ങൾ നോക്ക്, സൗദി അറേബ്യയിൽ നബിദിന റാലി ഉണ്ടോ? പ്രകടനമുണ്ടോ? ഉണ്ടോ? ലോകത്തിന്റെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലുണ്ടോ? നേരെ മറിച്ച് മലയാളക്കരയിൽ ഹർത്താലില്ലാത്ത ദിവസമില്ല, ബന്ദില്ലാത്ത ദിവസമില്ല. അതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ, കേരളത്തിൽ ഒരേ ഒരു മതസംഘടന സലഫി പ്രസ്ഥാനം, ബാക്കി എല്ലാവരും റസൂലുള്ളാഹിന്റെ ഈ വചനം പ്രാവർത്തിയാക്കി ഒരൊറ്റ പ്രസ്ഥാനമുണ്ടോ വേറെ? നിങ്ങൾ ആലോചിക്ക്, ഇമാത്തത്തുൽ അദാനി ത്വരീഖ് എന്ന ആ ഹദീസ് സ്വീകരിച്ച ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടോ കേരളക്കരയിൽ, ഇന്ത്യയിൽ, സലഫികളല്ലാതെ? അപ്പോ ഏത് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഫഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, ഖുർആനിലെ 26-ാം അധ്യായം 214-ാമത്തെ വാചകമാണ്. ഈ വാചകം ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹ് എല്ലാ ഖുറൈശികളെയും വിളിച്ചു വരുത്തി. സഫാ മർവയുടെ ഉച്ചസ്ഥായിയിൽ ആ പ്രവാചകൻ കയറി നിന്നു. അന്ന് വരെ ആ ജനത കേട്ടിട്ടില്ലാത്തൊരാദർശം പറയാൻ, ഏകദൈവാരാധന പറയാൻ,
അല്ല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുന്നിൻ ചെരുവിൽ കയറി എല്ലാവരെയും വിളിച്ചു വരുത്തി തൗഹീദ് പറഞ്ഞു. ഇവിടെയാണ് പ്രവാചകനിൽ നമ്മുടെ മാതൃക എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ. എന്റെ പ്രിയപ്പെട്ട ബൈലക്സിലെ ശ്രോതാക്കൾ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? എന്റെ മാർഗം ഇതാണ്. ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പിൻപറ്റിയവരും. കുറെ ആളുകൾ വേറെ കുറെ കാര്യം, കുറെ ആളുകൾ വേറെ കുറെ, അങ്ങനല്ല. ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദഅവതു ഇലല്ലാഹ്. ലോകത്തെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാ, ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ ഒരു സംഘം ആവശ്യമില്ല, ഒരു ചട്ടക്കൂട് ആവശ്യമില്ല. ചട്ടക്കൂട് അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനു വേണ്ടിയാണ്, അല്ലാതെ ചട്ടക്കൂട് നിർബന്ധമായി ഇസ്ലാം വെച്ചിട്ടില്ല. അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ദൈവത്തെ എടുത്താം. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടതാ, പരലോകത്ത് ഹാജരാക്കുന്ന നബിമാർ, രണ്ടനുയായികളുടെ നബി. അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നോ? ഖജാൻജി ഉണ്ടായിരുന്നോ? ഇല്ല മനുഷ്യരെ. ഒരൊറ്റ അനുയായില്ലാത്ത നബി. അയാൾ ട്രഷററായിരുന്നോ? ജില്ലാ സെക്രട്ടറി ആയിരുന്നോ? സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നോ? സംഘടന ഉണ്ടായിരുന്നോ? ഒറ്റക്ക് പരലോകത്ത്. അതിന്റെ പേരിൽ നരകത്തില് ഈ സംഘടനയല്ലേ? ഇല്ലല്ലേ, സംഘടന വൗച്ചറില്ലല്ലേ? എന്നാ പോയിക്കോ നരകത്തിലേക്ക്. ഒന്നും അറിയില്ല. ഒറ്റ അനുയായില്ലാത്ത നബി. അപ്പൊ ദേവത്തെടുത്താൽ ഇതിനൊന്നും ആവശ്യമില്ല. വീട് വിടാന്തരം കയറുക. നൂഹ് നബി അലൈഹി ഇസ്ലാം ഏത് സ്റ്റേജ് എത്തിയിട്ടാ വയലേറിന്? ആര് കെട്ടിക്കൊടുത്തിട്ടാ വയലേറിന്? അപ്പൊ ആ ജാതി ഞെട്ടിക്കലൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ല. അതൊക്കെ ഒരു ഞെട്ടിക്കൽ പ്രസ്ഥാനത്തിന് പറ്റും. അതൊക്കെ ഇൽമുള്ളവർക്ക് പറ്റാത്ത കാര്യമാണ്. ഇൽമുള്ളവർക്ക് അത് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റക്ക് റോട്ടിലിറങ്ങി നാട്ടുകാരോട് വയലറിയാൻ തുടങ്ങിയാൽ എന്നെ തടുക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? റെയിൽവേ സ്റ്റേഷനിൽ ചായ കാപ്പി എന്ന് പറയുന്നതിന് പകരം ആരാധിക്കുക മനുഷ്യരെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മിനിമം എന്നെ ഭ്രാന്തൻ ആളുകൾ വിളിക്കും. എന്നെ തടുക്കാൻ ആർക്ക് കഴിയും? വൗച്ചറിൽ എഴുതിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വയലറിയാൻ പാടില്ല എന്ന് എഴുതി തരാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല മനുഷ്യരെ, ഇല്ല, കഴിയില്ല. അപ്പൊ പ്രവാചകന്മാർ നിർവഹിച്ച ദഅവത്ത് മനസ്സിലായോ? ഇതെല്ലാരും മനസ്സിലാക്കണം, എല്ലാരും അറിയണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയി, അല്ലേ? ഒരു നാട്ടിൽ ദൈവത്തെടുത്ത് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി. അതിൽ AC റൂം, ശീതീകരിച്ച കസേല, തിരിയുന്ന കസേരയൊക്കെ ഇട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോയതല്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓല കെട്ടിടം പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്. പിന്നല്ലേ ആദർശം ഉണ്ടെങ്കിൽ കെട്ടിടം ഉണ്ടാവും. കെട്ടിടം ഉണ്ടായിട്ട് കാര്യമല്ല, ആദർശം അല്ലെങ്കിൽ. ഇവിടെ ഒരുപാടാക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? മർക്കസു സക്കാഫത്ത് സുന്നിയ വലിയ കെട്ടിട, പക്ഷെ ശിർക്കിന്റെ കൂടാര. അവിടെ പഠിപ്പിക്കുന്ന ഈ ശിർക്ക, അവിടുന്ന് പുറത്തിറങ്ങുന്ന ഈ ശിർക്ക് പ്രചരിപ്പിക്കാന്. അതുകൊണ്ട് കെട്ടിടത്തിന്റെ വലിപ്പമോ ശീതീകരിച്ച റൂമോ അല്ല ആദർശം. ആദർശം വേറെ തന്നെയാണ്. ആ ആദർശം പറയാൻ ഒരാള് കടപ്പുറത്ത് ഇങ്ങനെ ബീച്ചിലൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ലഘുലേഖ വിതരണം ചെയ്യാൻ തുടങ്ങിയാൽ ഒരാൾക്ക് തടുക്കാൻ കഴിയും? സ്നേഹപൂർവ്വം മനുഷ്യരോട് എന്ന് പറഞ്ഞവനൊരു ലഘുലേഖ ഉണ്ടാക്കി. ഈ കടപ്പുറത്ത് വിശ്രമിക്കുന്ന, ഇവിടെ കാറ്റുകൊള്ളുന്നവരെ, ഞാനും നിങ്ങളും മനുഷ്യരാണ്, ഞാനും നിങ്ങളും മരിച്ചുപോകും, നമുക്ക് ആർക്കെതിരെ അഭിപ്രായമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് വെറുതെ ഒരു ചോദ്യം ചോദിച്ചൊരു കടലാസ് വിതരണം ചെയ്താൽ ഓനെടുക്കാൻ പോലീസ് വരുമോ? ഡിപ്പാർട്ട്മെന്റ് വരുമോ? അപ്പൊ ആരും എന്ത് ചെയ്യരുത്? പേടിപ്പിക്കരുത് എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാരണം നമുക്ക് മാതൃക ആരാണ്? പ്രവാചകന്മാരാണ്. അവർ പ്രസിഡന്റ് ആയിട്ടില്ല, സെക്രട്ടറി ആയിട്ടില്ല, ഇല്ല. അതുകൊണ്ട് തന്നെ ആ ജാതി പേടിപ്പിക്കൽ ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കണമെന്നുള്ളത് ഇസ്ലാമിനെ പറ്റി അറിവില്ലായ്മ കൊണ്ടാണ്, പ്രവാചകന്മാരുടെ പാതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതെ, ആ കാര്യം വളരെ വസ്തുതാപരമായി എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അറിയാനാണല്ലോ, ഇസ്ലാം അറിയാനാണല്ലോ. നബി ജനങ്ങളെ ജാതി മതം തിരിച്ചില്ല. എല്ലാവരും എടുത്തു ഇറങ്ങി നബി, എല്ലാവരും എടുത്തു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഓടി നടന്നു. ഉക്കാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ. ഇതൊക്കെ ഉത്സവ ചന്തകളാണ്. മക്കയിലെ ഉത്സവ ചന്തകളാണ്. ബിംബാരാധന നടക്കുന്ന ഉത്സവ ചന്തകളാണ് ഇതെല്ലാം. എല്ലാവരും അറിയണം. ആ ചന്തയിലാ ചെന്ന് പറഞ്ഞ് ഏതുപോലെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അതിൽ നടന്നിട്ട് വയലറിയ ചില്ലർ ധൈര്യം പോരാ. ഗുരുവായൂർ ക്ഷേത്രോത്സവം നടക്കുമ്പോ, തൃശൂർ പൂരം നടക്കുമ്പോ അതിനിടയിൽ കിടന്ന് പടച്ചോനെ ആരാധിക്കുന്നു പറയാ. അതിന് ചില്ലറപ്പെട്ട ഈമാൻ പോരാ. നബി പഠിപ്പിച്ച ദീനതാണ്. കാരണം സകല മനുഷ്യർക്കും ഇത് കിട്ടണം, ലോകത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടണം. എനിക്കറിയാം, പലപ്പോഴും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യും, ധാരാളം ആളുകൾ നമ്മുടെ തൊട്ടടുത്തുണ്ടാവും.
2 മണിക്കൂറും 3 മണിക്കൂറും 9 മണിക്കൂറും ഒക്കെ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പൊ അവർക്കൊരു ലഘുലേഖ. അപ്പൊ നിങ്ങൾക്കറിയാം, ദമാമിൽ നിന്ന് റിയാദിലേക്ക് ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്, ട്രെയിൻ സർവീസ് ഉണ്ട്, വാഹന സർവീസ് ഉണ്ട്. ഒരാൾ കയറിയാൽ 4 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യാം. ആ 4 മണിക്കൂർ അതിനൊന്നും ഒരു സംഘടനയുടെ ബേഡ്ജ് കുത്തണ്ടില്ല. ഇല്ല, ദീന് ശരിക്ക് പഠിച്ച പറയുന്നത് മാത്രമാണ്. പരലോകത്ത് അല്ലാഹു ഇന്ന സംഘടനയുടെ സീലുകളൊക്കെ മാറിക്കും, ഇന്നതില്ലാത്തവരൊക്കെ മാറിക്കും. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. എന്നാട് മാറി. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. പക്ക തൗഹീദായി പ്രസംഗിച്ച്, പക്ഷെ ഇന്ന സംഘടനയുടെ പേരിൽ പ്രസംഗിച്ചില്ല. അതുകൊണ്ട് നടക്കുന്ന നരകത്തിലേക്ക് എന്നുള്ള അറിയില്ല. അവിടെ ഇന്നത്തെ ചില ആളുകളാണ് ലീഡറെങ്കിൽ ചിലപ്പോൾ ഓല് പറഞ്ഞേക്കാം, അല്ലാഹു അറിയില്ല, പടച്ചോൻ അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഗൗരവമായി മനസ്സിലാക്കുക. അള്ളാന്റെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതാണ്. ലോകത്തോട് മുഴുവനും പറയാം. എത്രയോ മനുഷ്യരാണ് തൗഹീദ് എത്താത്തവർ. ഇന്ന് നമുക്കറിയാലോ, നമ്മളുടെ ജുബൈലിലെ ജാലിയാത്തിന്റെ കീഴിലെ പള്ളിയിൽ ഓരോ ദിവസവും എത്ര ആളുകളാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അവർക്ക് ഷഹാദത്ത് കലിമയിൽ അല്ലാഹു അക്ബർന്ന് തൊണ്ടടാ പറയണ്ടല്ലോ. അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവനാന്റെ ദേവത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നൊരു ബാലനെ കൊണ്ടുവന്ന് കേട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ജോർജിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സുമതിയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ഇസ്ലാം അറിയുമ്പോൾ ഒന്നാമതായി അറിയേണ്ടത്. ഇസ്ലാം ആരും കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒന്നല്ല. സകല മനുഷ്യരോടും പറയാം. അവിടെ റസൂലുള്ളാഹിന്റെ തീരുമാനം എന്താ? ഞാൻ ചരിത്രത്തിൽ വലിയൊരു സംഭവം പറയാം, അതിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് യമാമക്കാരുടെ രാജാവ് സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് കൊടുത്തയച്ച ഒരു രാജാവിൽപ്പെട്ട ഒരാളാണ്. സമയത്ത് വന്ന നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറണം എന്ന് ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് നിങ്ങളെല്ലാം മുസ്ലിങ്ങളെ നമ്മൾ പെരുമാറേണ്ട ഇങ്ങനെയാണ്. നമ്മളോട് ധാരാളമായി പല തിന്മകളും അറിവുള്ളവരും ഇല്ലാത്തവരും മതം പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമിസ് സമാ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ കാലഘട്ടത്തിൽ. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലും. ഞാൻ പറയുന്നത്, ഇവിടെ നബീനെ കൊല്ലാൻ വന്ന യമാമക്കാരുടെ രാജാവ് സുമാമയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈ കൊണ്ട് ആടിന്റെ അകിടിൽ നിന്ന് പാല് കറക്കുകയാണ്. നബിയുടെ ഭാര്യമാരെ കൊണ്ട് ചപ്പാത്തി ചുടിയിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചപ്പാത്തി കൊടുക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന മനുഷ്യന് 3 ദിവസം അത് തുടർന്നു. 3ന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് അയാൾ ചോദിച്ചു, അല്ല സുമാമ, നീ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു ഇല്ല, ശക്തമായി പറഞ്ഞു ഇല്ല. റസൂലുള്ളാഹി മടങ്ങിപ്പോയി, ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. 2 ദിവസം വീണ്ടും നബിയുടെ കൈ കൊണ്ട് കറന്ന ആ ആടിന്റെ പാല് കൊടുത്തയച്ചു, ചപ്പാത്തി കൊടുത്തയച്ചു. നബിയുടെ ഭാര്യമാരെ കൊണ്ടുണ്ടായിച്ചിട്ട് നബിയെ കൊല്ലാൻ വന്ന ശത്രുവിന്. ഇത് നമുക്കൊക്കെ പാടാ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ. എങ്കിൽ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അലീം. 41-ാം അധ്യായം 35-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് എന്താണ്? ശരിക്കും പഠിച്ചോളൂ നിങ്ങൾ. 5-ാമത്തെ റസൂലുള്ളാഹി വീണ്ടും വരികയാണ്. യമാമക്കാരുടെ രാജാവ് സുമാമയുടെ അടുത്ത് വരികയാണ്. അങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വഹാബികളോട്, കെട്ടയച്ചു വിട്ടേക്ക്, ഒരു പ്രശ്നമില്ല, പോയിക്കോട്ടെ. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറില്ല, നിർബന്ധിക്കണ്ട, പോയിക്കോട്ടെ. അങ്ങനെ കെട്ടയച്ചു വിടുകയാണ് പ്രവാചകൻ. അയാൾ കുറച്ചു ദൂരെ പോയി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിൽ നിന്ന് കുളിച്ചു, ഡ്രസ് ചേഞ്ച് ചെയ്തു. ദ്രുതഗതിയിൽ സഹാബികൾ വ്യത്യസ്ത ദിക്കിലായിരുന്നു. അയാൾ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ അടുത്തു. സഹാബികൾ ഭയപ്പെട്ടു. നബിയെ കൊല്ലാനാണ് അയാൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട് നബിയുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലോചിച്ചു നോക്കേ,
ചിന്തിച്ചു നോക്കേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താണ് ആ വാക്ക്? നബിയേ, ഈ മദീനയിലേക്ക് വരുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി അങ്ങായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി അങ്ങാണ്. ഞാൻ ഈ മദീനയിൽ വരുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള പട്ടണം ഈ മദീനയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഈ മദീനയാണ്. തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം അത് ഇസ്ലാമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം ഇസ്ലാമാണ്. സാഹചര്യം കൊടുക്കാൻ, അയാളെ വിട്ടുകളയാൻ, അയാളെ പോകാൻ അനുവദിക്കാൻ. ഇതാണ് റസൂല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വം കൊണ്ട് അയാൾ ഇസ്ലാം സ്വീകരിക്കുക. എന്നിട്ട് അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, നബിയെ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണം കൊണ്ട് കുറെ മുസ്ലിമീങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട്, അതിന് ശിക്ഷ നടപ്പാക്കണം. അപ്പൊ റസൂൽ ചിരിച്ചുകൊണ്ട് ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, ജാഹിലിയത്തിൽ ചെയ്തതൊന്നും ഇസ്ലാം പരിഗണിക്കില്ല, പൊയ്ക്കോ, ഒരു പ്രശ്നമില്ല. ആണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാം അറിയേണ്ടത് ഇതാണ്. ഇപ്പൊ വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ട്, അല്ലാഹു, ആ കവിതയുടെ പ്രത്യേകത എന്താ? ആ കവിതയുടെ പ്രത്യേകത, വെള്ളത്തോൾ നാരായണ മേനോൻ മലയാളി കവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളൊരു മരത്തിൽ തൂക്കിയിട്ടു. ഒരു അറാബി വന്നിട്ട് നബിയുടെ കഴുത്തിലേക്ക് ആ വാളെടുത്ത് കുത്തി ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക? കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹ്, പടച്ചോനെ രക്ഷിക്കുക. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ പ്രഖ്യാപനം. നമുക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ടയില്ല, ഒരാളെയും. നമ്മുടെ വിശ്വാസം ആർക്കാ ബോധ്യപ്പെടേണ്ടത്? വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിൽദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടില്ല എന്ന് ആർക്കാ ബോധ്യപ്പെടേണ്ടത്? 4 ഊച്ചാളി മൗലവിമാർക്കോ? അല്ല. മൊല്ലമാർക്കോ? അല്ല. അല്ലാഹ്ക്ക് ബോധ്യപ്പെടണം നമ്മുടെ ഹൃദയത്തിൽ ശിർക്കില്ല, അത് മാത്രം മതി. പിന്നാലെ എടുത്തിട്ട് ഞാൻ അള്ളാഹിനോട് ദ്വേർക്കുന്നവനെ ഈ ഒന്ന് മനസ്സിലാക്ക് എന്ന് കഞ്ചണ്ടയില്ല. നുവല്ലിഹി മാത്രമല്ല, തിരിഞ്ഞിടത്തേക്ക് പോട്ടെ, തിരിഞ്ഞിടത്തേക്ക് തിരി. ആർക്കാ പോയത്? ഓനല്ലാതെ. നമുക്കെന്താ ഇതിലെ പ്രശ്നം? അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ റസൂല് കണ്ണിലേക്ക് നോക്കി പറഞ്ഞു അല്ലാഹ്, അതാ നമ്മുടെ വിശ്വാസം. മനസ്സിലായോ? ആ പടച്ച തമ്പുരാനെ. അതുകൊണ്ട് വാള് താഴെ വീണപ്പോ റസൂല് തിരിച്ചെടുത്തു, നിന്നെ ആരാ രക്ഷിക്കാന്ന് ചോദിച്ചു. ആ സമയത്ത് നബി അദ്ദേഹത്തെ വിട്ടയച്ചു, സ്വതന്ത്രനാക്കി. ഈ രംഗം ഓർത്തിട്ടാണ് വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞ കവിത രചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥ മക്കളെ ഏറെ ആദരിക്കുകയും, അനവക്കാഫിൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും ഈ 2 വിരലും എത്ര അടുത്തു നിൽക്കുന്നുവോ, നിങ്ങളുടെ മനസ്സ് നിർമ്മലമാകണമെങ്കിൽ അനാഥ മക്കളുടെ ശിരസ് തടവിയാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനാഥ മക്കളെ സംരക്ഷിക്കുകയും അനാഥ മക്കൾക്ക് പ്രാധാന്യം നൽകുകയും അനാഥ മക്കളുടെ കാര്യം പ്രത്യേകമായി പഠിപ്പിക്കുകയും ചെയ്ത പ്രവാചക ചക്രവർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നബി എങ്ങനെ പെരുമാറി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എല്ലാ രംഗത്തും നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചു. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു, വാഹനത്തിൽ ഇറങ്ങുമ്പോൾ പഠിപ്പിച്ചു, ഒരു സ്ഥലത്ത് പാതി വെച്ച് നിന്നുപോയാൽ അവിടുന്ന് ചെല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചു. എല്ലാ പ്രാർത്ഥനയും ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. ആ പ്രവാചകനിലൂടെയാണ് നാം ദീൻ മനസ്സിലാക്കുന്നത്, ആ പ്രവാചകനിലൂടെയാണ് നാം മതമറിയുന്നത്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ഏതേത് പ്രദേശങ്ങളിലും എവിടെ നമ്മൾ ഒറ്റപ്പെട്ടാലും ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയില്ല. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനത്തിലെ പ്രഖ്യാപനം അത്. ആ പ്രഖ്യാപനം നെഞ്ചോട് നെഞ്ചേർത്ത് വരാൻ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിൽ ഉറപ്പുണ്ടാവണം. നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്നു. നാളിതുവരെ അങ്ങനെ ജീവിച്ചു. ഇനിയും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യും. ഇതാണ് നബി പഠിപ്പിച്ച ദീൻ. ജീവിതത്തിന്റെ ഏതേത് പ്രയാസങ്ങളിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മൾ സഹായം ചോദിക്കുന്നത് പടച്ചവനോടാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. ചില ആളുകളുടെ പ്രവൃത്തി കണ്ടാൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ അല്ലാഹ് ഈ ആയത്ത് ഇറക്കിയെന്നാ തോന്നുക.
കേരളത്തിൽ ഒരുപാട് ആളുകൾ ശിർക്ക് ചെയ്യുന്നു. അവർക്കെതിരെ ജീവിതത്തിൽ ഒരിക്കലും ഈ ആയത്തോതാത്തവർ മുവഹിദുകൾക്കെതിരെ ഈ ആയത്തോതാണ്. ഇപ്പോ ദയനീയമാണ്. ചില ആളുകൾ ഈ ആയത്ത് മനപ്പാടാക്കി ഓതുന്ന പോലെയാ തോന്നുക. ഇപ്പൊ റിയലാണ്. ഫാത്തിഹ പഠിക്കുകയാണ്. ആളുകളെ ആലോചിച്ചു നോക്കണം നിങ്ങൾ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ കുൽ ഇന്നമാ ദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ, പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അപ്പൊ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആർക്ക് സമർപ്പിച്ചാൽ എന്താണ്? ശിർക്കാണ്. അതാ ആയത്ത് തന്നെയുണ്ട്. ആയത്തിന്റെ രണ്ടാം ഭാഗം അതാണ്. അത് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ തൗഹീദ് പ്രവാചകനിലൂടെ നമ്മൾ പഠിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ബദർ യുദ്ധം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ ഘട്ടം ഖുർആനിലെ 8-ാം അധ്യായം 9-ാമത്തെ വചനം. ആ ഇസ്തിഗാസ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. ഇതാണ് ആ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. ഇതുവഴിയാണ് നമ്മുടെ ജനങ്ങളെ ക്ഷണിക്കുന്നത്. മൊയ്‌നീൻ ശൈഖിനെയും മമ്പറന്തങ്ങളെയും ഉള്ളാളന്തങ്ങളെയും അങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ യശ്ഉറൂന അയ്യാന യബഅ എന്ന 16-ാം അധ്യായത്തിൽ 21 സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് നിയോഗിക്കപ്പെട്ടത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മൾ നേരത്തെയൊക്കെ കേട്ട പോലെ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ ഏറ്റവും സമുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണങ്ങ്. വിശുദ്ധ ഖുർആനിലെ 68-ാം അധ്യായം 4-ാമത്തെ വചനമാണ് സൂറത്ത് കലബിൽ. നബിയുടെ സ്വഭാവം അതായിരുന്നു. പാരപ്പണി റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടായിരുന്നില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവർ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വിചാരിക്കുന്നവർ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബിക്ക് അസൂയയില്ല, നബിക്ക് വിദ്വേഷമില്ല, നബിക്ക് പകയില്ല, നബിക്ക് ആളുകളോട് കെടുമ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിയും വഞ്ചനയും പഠിപ്പിച്ചിട്ടില്ല. ലോകത്താര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി അനുയായികൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾക്ക്. ആ മാതൃകയാണ് ഇസ്ലാമിനെ നബിയിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലാണ് ആ ഇസ്ലാം ഉണ്ടാകേണ്ടത്. ഇതാണ് വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 21-ൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അയൽവാസി റസൂലുള്ളാഹി പറയാണ്, അയൽവാസിക്ക് സ്വത്തവകാശം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്ര വരെ അയൽവാസിയുടെ ബന്ധം. നിന്റെ വീട്ടിലെ കോമ്പൗണ്ട് വാൾ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന കാറ്റിന് തടസ്സമാകുന്നുവെങ്കിൽ അത് പൊളിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അയൽവാസിയുമായുള്ള 20 ബാധ്യതകളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിന്റെ അയൽവാസി നിന്നോട് കടം ചോദിച്ചാൽ പുഞ്ചിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക ചക്രവർത്തി. നിന്റെ വീട്ടിൽ ഒരു വിശേഷപ്പെട്ട ആട്ടിറച്ചിയോ പായസമോ ഉണ്ടാക്കിയാൽ അതിൽ വെള്ളം ചേർത്ത് അതിനെ നേർപ്പിച്ചെങ്കിലും എലാബറേറ്റ് ചെയ്തെങ്കിലും നിന്റെ അയൽവാസിക്ക് ദാനം ചെയ്യണം എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. ഒരാടിന്റെ കുളമ്പാണ് ദാനം തരുന്നതെങ്കിൽ മനക്കുത്തില്ലാതെ പുഞ്ചിരിച്ചു സ്വീകരിക്കാൻ ലോകത്തെ പഠിപ്പിച്ച ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി ആടിനെ അറുത്താൽ അയൽവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാണ്, നീ ആട്ടിറച്ചി അയൽവാസിയായ ജൂതന് കൊടുത്തോ? ഇന്ന വിഭവം ജൂതന് കൊടുത്തോ? 3 തവണ. ഭാര്യ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അതെ, റസൂലുള്ളാഹി അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യം എത്ര ഗൗരവപൂർണമാണ് പറഞ്ഞത്. ഇതാണ് അയൽപക്ക ബന്ധം. ഇത് നമുക്കുണ്ടോ? ഈ അയൽപക്ക ബന്ധം നമുക്കുണ്ടോ? പ്രവാസികൾക്കുണ്ടോ? ഈ സാഹോദര്യമുണ്ടോ?
ആണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഇത് കേൾക്കാത്തവരാരുമില്ല. പക്ഷേ ഇത് പ്രാവർത്തിയാക്കിയോ? അയൽവാസികൾക്ക് ഭക്ഷണം കിട്ടിയോ? മാധവേട്ട നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ? നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങുമ്പോൾ അയൽവാസികളെ വിളിച്ചു ചോദിക്കുമായിരുന്നു, എന്ത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്, വല്ലതും ആവശ്യമുണ്ടോ? ലോകത്തിന്റെ ചക്രവർത്തി, 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച പ്രവാചക തിരുമേനി ആടിനെ കറന്നു, സ്വന്തം ചെരുപ്പ് തുന്നി, ഭാര്യയ്ക്ക് മാവ് കുഴച്ചു കൊടുത്തു, വെള്ളം കൊണ്ടുവന്നു കൊടുത്തു, തൂത്തുവാരി കൊടുത്തു. അതൊക്കെ അയോഗ്യതയായി കാണുന്ന ആളുകൾ. ഇതാണ് റസൂൽ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ 7 ദീനാറ് ദാനം ചെയ്ത് മരിച്ച പ്രവാചക തിരുമേനി, ജൂതന്റെ വീട്ടിൽ പടയെങ്കി മാവിന് പകരമായി കൊടുത്ത പ്രവാചക തിരുമേനി, പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കാമോ? ഭൂമിയിലുള്ളവരോട് നന്മ കാണിക്കൂ, പുണ്യം കാണിക്കൂ, കാരുണ്യം കാണിക്കൂ. ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നന്മയെ തടുക്കുന്നവരും, ഓർത്തോളൂ ഖുർആനിന്റെ വചനമാണ്, നന്മയെ തടുക്കുന്നവരും അതിക്രമകാരികളുമായിട്ടുള്ള ആളുകൾ അവർക്കാണ് ജഹന്നം. എങ്ങനെ? നന്മയെ തടുക്കുക. കള്ളിശാപ്പിനെതിരെയല്ല, വേശ്യാലയത്തിനെതിരെയല്ല, ബ്ലൂ ഫിലിം കാണുന്നതിനെതിരെയല്ല. ലോകത്ത് പ്രവാചക തിരുമേനി നിന്ദിക്കപ്പെടുന്ന നാളുകളിൽ ആ പ്രവാചകനെ കുറിച്ച് വിശദീകരിക്കുന്ന ഇസ്ലാമിക സംരംഭങ്ങൾ തടുക്കുന്നവർ, അതിക്രമകാരികൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്തവർ, മരിച്ചു പോകുമെന്ന ബോധമില്ലാത്തവർ, ഇസ്ലാം എന്താണെന്ന് അറിയാത്തവർ, ജാഹിലിയത്തിന്റെ അംശങ്ങൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കട്ടപിടി നബി സല്ലല്ലാഹു എന്ന മഹാനായ സ്വാത്വികനായ പ്രവാചകനെ നടുറോട്ടിൽ നിന്ദിക്കുന്നു ഒരു വിഭാഗം. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കുന്നു വേറൊരു വിഭാഗം. ഇസ്ലാമിന്റെ ആളുകളായി നബിയുടെ സുന്നത്തിനെ പരിഹസിക്കുന്നു, നബിയുടെ സുന്നത്തിനെ അപഹസിക്കുന്നു, നബി പഠിപ്പിച്ച സുന്നത്തുകളെ കളിയാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ പോലും ഇതും നബി നിന്നയാണ്. പുറത്തുള്ളവരും ഉള്ളിലുള്ളവരെക്കാൾ പുറത്തുള്ളവർക്ക് ശിക്ഷയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം പറഞ്ഞത്, പുറത്തുള്ളവരെ നേരെ കൊല്ലുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഉള്ളിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെയാണ് എന്ന് മഹാന്മാർ പറഞ്ഞ. അതുകൊണ്ട് കാരണം അവർ ഉള്ളിൽ കയറിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കുന്നത്. അവർ തകർക്കുന്നത് ഉള്ളിൽ കയറിയാണ്. ഇസ്ലാമിന്റെ സുന്ദര മുഖൽ ലോകത്തിനറിയാതെ പോയത് ഇത്തരം ആളുകൾ ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രഭാഷണം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും വഞ്ചിക്കാത്ത, ചതിക്കാത്ത, ഒരു പെണ്ണിനെ ഒളിക്കണ്ണിട്ട് നോക്കാത്ത, ജാഹിലിയത്തിന്റെ അംശങ്ങളില്ലാത്ത, ജീവിതത്തിന്റെ ഏതേത് കോണുകളിലും മരണത്തിന്റെ വേളയിൽ പോലും ബാധ്യതകളെ നിർവഹിച്ച്, ബന്ധങ്ങളെ നിർവഹിച്ച് ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് ഭരിക്കുന്ന ലോകഗുരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അടുത്തറിയുകയും നാം മനസ്സിലാക്കുകയും നാം ഉൾക്കൊള്ളുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്, യുദ്ധക്കുതിയനാണോ, ഇന്ന് പല വിഷയങ്ങളും റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മൾ കേട്ടു. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ആ ഭാഗത്തേക്ക് പോകേണ്ടതുമില്ല. ഈ ഒരു വശം വളരെ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിലൂടെ എങ്കിലേ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമായി തീരുകയും. കാരണം നാളെ മഹ്ശറയിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ചതെന്തോ അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അതേ ദൗനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു ബിഹി മസ്തതഅതു. ഞാൻ വിട്ടേച്ചതായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. അധികരിച്ച ചോദ്യങ്ങൾ ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ,
അനാവശ്യമായ ചോദ്യങ്ങൾ, കർമ്മശാസ്ത്രത്തിന്റെ അനാവശ്യമായ ചർച്ചകൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതേ, പള്ളിയിൽ ഒരു മരം വളർന്നു, അതിന്റെ ചില്ല പള്ളിയുടെ പുറത്തേക്ക് വളർന്നാൽ ആ പുറത്തുള്ള ചില്ലയിൽ എഴുത്തിക്കാത്തിരുന്നാൽ അവിടെ ഇരുന്നാൽ അതിൽ ഈ പള്ളിയിൽ ഇരുന്നതിന്റെ കൂലി കിട്ടുമോ എന്ന് ചോദിക്കാം. അധികരിച്ച ചോദ്യങ്ങൾ ചോദിക്കാം. വെള്ളത്തിൽ മുങ്ങുമ്പോ മലക്കിനെ വിളിക്കാമോ? കെട്ടിടത്ത് നിന്ന് ചാടുമ്പോ ജിന്നിനെ വിളിക്കാമോ? കസ്റത്തു സുവാലാൻ. നബി വിലക്കിയതാണ്. അവർ ഇൽമില്ലാത്തവരാണ്, ദീനില്ലാത്തവരാണ്, അനാവശ്യ ചോദ്യത്തിന്റെ കർത്താക്കളാണ്. മൂസാ നബി വെറുത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. കാരണം സഹാബത്ത് ചോദിച്ചിട്ടില്ല. മലക്കിനെ വിളിക്കാമോ എന്ന് സഹാബത്ത് ചോദിച്ചിട്ടില്ല. എന്നെ വിളിച്ചോണ്ടാ മലക്കിനോട് പറയാമോ എന്ന് സഹാബത്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം ബിദ്അത്താണ്, മുഹമ്മദ് നബിയുടെ ചര്യക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സ്വഹാബത്ത് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അത് കസ്റത്തു സുവാലാണ്, ഇൽമില്ലാത്തവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നവർ അല്ലാഹുവിനെ പേടിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജയിലിൽ കിടന്നിട്ടാണ് മരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32 വോള്യങ്ങൾ എഴുതി ജയിലിൽ കിടന്നിട്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ പോയി. ജയിലൊരു മോശം കേന്ദ്രമൊന്നുമല്ല. നന്മ ചെയ്ത് ജീവിച്ചവരെയും ജയിലടച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ കുടിച്ച് അള്ളാഹിന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് ഹക്ക് പറയാ, അതിനനുസരിച്ച് ജീവിക്കുക, ആളുകളായി ജീവിക്കുക. അതിനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിനെ നിങ്ങൾ അറിയണം. വിശുദ്ധ ഖുർആൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വന്നാണ് പ്രവാചകന്. ആ പ്രവാചക തിരുമേനിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് എല്ലാ കാര്യം ആ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകനെ അനുസരിക്കുക വഴിയാണ് നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുന്നത്. എത്ര അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമോ, അള്ളാഹു നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകണമോ, അത് നിങ്ങൾ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുന്നതനുസരിച്ചാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 31-ാമത്തെ വചനമാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്റെ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ബൈലക്സിലെ സഹോദരങ്ങളെ, കുടുംബിനികളെ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാക്സിമം ഇത്തിബാഅ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും, നമ്മളെ പാപങ്ങൾ പുറത്തു തരും. റസൂലിനെ ഒരാൾ എത്ര കണ്ട് നിന്ദിക്കുന്നുവോ, വിമർശിക്കുന്നുവോ, പരിഹസിക്കുന്നുവോ, നബി പഠിപ്പിച്ചതിനെ ആളുകളുടെ കയ്യടി കിട്ടാൻ പല നിലക്കുള്ള വിമർശനങ്ങൾ പറയുന്നുവോ, അവരറിയുക നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടമില്ല. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരില്ല. നിങ്ങളുടെ പാപങ്ങളിൽ വിരാജിക്കാൻ അല്ലാഹു വിട്ടേക്കും. നുവല്ലിഹി മാ തവല്ല, നിങ്ങളെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. ഇന്ന് നിങ്ങൾ ഒരു ഹദീസ് നിഷേധിക്കും, നാളെ നിങ്ങൾ 1000 ഹദീസ് നിഷേധിക്കും. ഇന്ന് നിങ്ങൾ ഒന്നിനെ പരിഹസിക്കും, നാളെ നിങ്ങൾ നബിയെ ടോട്ടൽ പരിഹസിക്കും. അങ്ങനെ നിഷേധികളായി നിങ്ങൾ മരിക്കും. ആ അവസ്ഥ നമുക്കുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മഹാമനുഷ്യകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്തിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന മഹാസ്വാത്വികന്മാരിൽ, ഇത്തിബാഉർ റസൂലിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന മഹാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തടഞ്ഞത് നൽകാൻ, അല്ലാഹു നൽകിയത് തടയാൻ ലോകത്തൊരാൾക്കും സാധിക്കില്ല എന്ന ഈമാനിക വിശ്വാസത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അട്ടത്തെ താങ്ങി നിർത്തുന്ന പല്ലി വിചാരിക്കും ഞാനാണിതെല്ലാം ചെയ്തു കൂട്ടിയത് കണ്ടോടാ എന്നാശ്വസിക്കും. അവൻ റബ്ബിന്റെ വിധിയിൽ വിശ്വസിക്കാത്തവനാ. നമ്മൾ നമസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്താണ്? അല്ലാഹ് നീ വിധിച്ചത് നൽകാൻ, നീ നൽകിയത് തടയാൻ ലോകത്തിന് കഴിയില്ല. അല്ലാഹ് തടഞ്ഞു, അതുകൊണ്ട് തടയപ്പെട്ടു. അല്ലാഹ് തടഞ്ഞു, അതുകൊണ്ട് തടയപ്പെട്ടു. ഒരറ്റത്തെ പല്ലിയും വിചാരിക്കണ്ട ഈ മഹാബിൽഡിങ്ങിനെ ഞാനാ താങ്ങി നിർത്തിയത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിക ചൈതന്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കക്ഷി മാത്സര്യം എന്ന മഹാഭ്രാന്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യക്തിയുടെ ഏതേത് തോന്നിയാസങ്ങളെയും തെക്കിലീത് ചെയ്യുന്ന പൈശാചികതയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തോട് കൂറുപുലർത്തുന്ന മഹാസ്വാത്വികന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അർശിന്റെ തണൽ ലഭിക്കുന്ന നീതിമാന്മാരിൽ ഒന്നാമത്തെ, അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളിൽ ഒന്നാമത്തെ ആള് നീതിമാനായ ഭരണാധികാരിയാണ്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കൂളിച്ചേർക്കുമാറാകട്ടെ. ഏതേത് വിഷയത്തിലും നീതിയുടെ കാവലാളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.